السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا يا شفيع المذنبين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. متكئين على سرر مصفوفة وزوجناهم بحور عين. والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء، كل امرئ بما كسب رهين. وأمددناهم بفاكهة ولحم مما يشتهون، يتنازعون فيها كأسا لا لغو فيها ولا تأثيم. ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون. وأقبل بعضهم على بعض يتساءلون. قالوا إنا كنا قبل في أهلنا مشفقين، فمن الله علينا ووقانا عذاب السموم. إنا كنا من قبل ندعوه إنه هو البر الرحيم. فذكر فما أنت بنعمة ربك بكاهن ولا مجنون.
أم يقولون شاعر نتربص به ريب المنون قل تربصوا فإني معكم من المتربصين أم تأمرهم أحلامهم بهذا أم هم قوم طاغون أم يقولون تقوله بل لا يؤمنون فليأتوا بحديث مثله إن كانوا صادقين أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ومن هو الآية الكبرى لمعتبري ومن هو النعمة العظمى لمغتنمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم إن أدنى أهل الجنة منزلة من ينادي الخادم من خدام فيجيبه ألف ببابه لبيك لبيك صدق محمد رسول الله. ആദരണീയരായ ഉസ്താദുമാരെ, നാട്ടിലെ കാരണവന്മാരെ, എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, ഈ സദസ്സിൽ 3 ദിവസമായി വളരെ കൃത്യമായും അച്ചടക്കത്തോടെയും ആദ്യന്ത്യം പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സൂറത്തു തൂറിനെ ഒന്ന് ചെറുതായി നോക്കിക്കാണാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, തീർച്ചയാണ് ഈ സൂറ ഉൾക്കൊള്ളുന്ന വചനങ്ങളുടെ ആശയങ്ങൾ സഗൗരവം അവതരിപ്പിക്കാൻ ഈ ദിവസങ്ങളൊന്നും ഒരിക്കലും പര്യാപ്തമല്ല. അതുകൊണ്ട് നമ്മളൊരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഈ അധ്യായത്തിലൂടെ നടത്തുന്നത്. ഇതിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പഠനം ഒരു ഹരമായി തോന്നിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ മുമ്പിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഈ പള്ളിയിൽ തന്നെ സ്ഥിരമായ പഠന ക്ലാസ്സുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. വീണ്ടും നിരന്തരം ഉത്ബോധനങ്ങളും ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ പുറമെ ഒരു 8.5 വർഷം മുമ്പ് ഈ സംരംഭത്തിലേക്ക് ഞാൻ കയറി വരുന്നത് കൊണ്ടോട്ടി മസ്ജിദുൽ ഫതഹിലെ ക്ലാസ്സോടുകൂടെയാണ്. അന്ന് ആരംഭിച്ച ക്ലാസ് അൽഹംദുലില്ലാഹ് 9 പേരെ കൊണ്ട് തുടങ്ങിയ ക്ലാസ് ഇന്ന് 100-100ഓളം ആളുകൾ
അവിടെ എല്ലാ ഞായറാഴ്ചയും സുബഹ് നിസ്കാരാനന്തരം സജീവമായി പങ്കെടുക്കുന്നു. അതിൽ പങ്കെടുക്കുന്ന പലരും ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും 6:45 തൊട്ട് 8 മണി വരെ നടക്കുന്ന ആ ക്ലാസ്സിലേക്ക് വാഹന സൗകര്യങ്ങളും മറ്റുമൊക്കെയുള്ളവർക്ക് ഇന്ന് എത്തിപ്പെടുക ഒരു പ്രയാസമല്ല. എല്ലാ ആഴ്ചയും പങ്കെടുക്കാൻ പറ്റിയാൽ അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിരിക്കും. കാരണം പങ്കെടുക്കുന്ന പലരും അങ്ങനെ പറയുന്നു പലപ്പോഴും. ഒരാഴ്ചത്തെ ജീവിതത്തിന് വേണ്ട ഊർജം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഊർജം ലഭിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ ഇന്നലെയും മിനിയാന്നും ഇന്നും നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വാക്കുകളിൽ നിങ്ങൾക്കൊരല്പം പോലും സംശയമില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ ആരുറപ്പുള്ള കലാമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കുമോയെന്ന് സംശയിക്കുന്ന ഒരുത്തൻ, മുസ്ലിമായ ഒരു സഹോദരൻ ഈ സദസ്സിലുണ്ടാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ കൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്താനും കാരണം. ആയത്തുകൾക്കും ഹദീസുകൾക്കും അതിൻ്റെതായ ഒരു വല്ലാത്ത സ്വാധീനം, മനം കവർന്നെടുക്കാൻ ഒരു വല്ലാത്ത സ്വാധീനമുണ്ട്. ആയതുകൊണ്ട് ആമുഖം നീട്ടിക്കൊണ്ടു പോകാതെ വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് കയറി വരികയാണ്. സമയമില്ലെന്ന് പറഞ്ഞ് ആമുഖം നീട്ടിയുള്ള സമയവും നഷ്ടപ്പെടുത്തുന്നില്ല. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ഥൂർ നമ്മുടെ മുമ്പിലേക്ക് വെച്ച ആകർഷകമായ ആ സ്വർഗചിത്രമാണ്. ആ സ്വർഗചിത്രം നമ്മളിങ്ങനെ പറയുമ്പോൾ അത് കിട്ടണമെങ്കിൽ പൂർണ്ണമായ തഖ്വയാണ് നമുക്ക് കൈമുതലായി വേണ്ടത് എന്നും ഉണർത്തി. തഖ്വയില്ലാത്തവർക്ക് ശുഭ പര്യവസാനം പ്രതീക്ഷിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖാത്തിമത്ത് എന്ന് പറയും, നല്ല അന്ത്യം. ഈ നല്ല ഒരു പര്യവസാനം ലഭിക്കണമെങ്കിൽ തഖ്വ വേണം. ഖുർആൻ തന്നെ ആ കാര്യം പറഞ്ഞതാണല്ലോ. വൽ ആഖിബത്തു ലിത്തഖ്വ, ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലിത്തഖ്വ, രണ്ടും ഒന്ന് തന്നെയാണ്, ആശയം ഒന്ന് തന്നെയാണ്. ശുഭപര്യവസാനം ലിത്തഖ്വ, അത് തഖ്വക്കാണ്, ഭക്തിക്കാണ്, പടച്ചോനെ പേടിക്കുന്നതിനാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നതിനാണ്. അപ്പോഴേ അത് ലഭിക്കുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പരമാവധി ജീവിതത്തിൽ നല്ല ഒരു മുത്തഖിയായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഇന്നത്തെ ബാക്കിയുള്ള ചർച്ചയിലേക്ക് കടന്നു വരാം. സുഖലോക സ്വർഗത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ട് പടച്ചോന് നമ്മളോട് പറയാണ്. എന്താ പറയുന്നത്? കുലു വഷ്റബു ഹനീഅം ബിമാ കുൻതും തഅമലൂൻ. നിങ്ങളുടെ കർമ്മഫലമായി, നിങ്ങൾ പ്രവർത്തിച്ചതിനു പകരമായി ഒരുപാട് അധ്വാനിച്ചവരല്ലേ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷം തിന്നോളൂ, കുടിച്ചോളൂ, ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ സ്വർഗലോകം എന്നവരോട് പറയുന്നു. കഴിഞ്ഞില്ല, ആ വാക്ക് തുടരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുമ്പോ നല്ല ഭക്ഷണം മാത്രമല്ല, നല്ല പാനീയം മാത്രമല്ല, അവിടെ അല്ലാഹു നൽകുന്നത്, അല്ലാഹു പറയുന്നു മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫാ. യഥേഷ്ടം തിന്നാനും കുടിക്കാനും ഉള്ളത് കൊണ്ട് മാത്രമായില്ല, ഫർണിച്ചർ സൗകര്യങ്ങൾ ഏതൊരു മനുഷ്യന്റെയും മനസ്സിന്റെ ഇമ്പമാണ്. മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ. അതെ, നിങ്ങൾ തിന്നോ കുടിച്ചോ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നു മുത്തഖീൻ, നിങ്ങൾ തന്നെ ചാരി ഇരുന്നു കൊണ്ട്, അലാ സുറുരിൻ മസ്ഫൂഫ, അണിയണിയായി ക്രമപ്പെടുത്തിയിട്ടിരിക്കുന്ന കട്ടിലുകളിൽ ചാരി ഇരുന്നു കൊണ്ട് നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, സന്തോഷം ജീവിച്ചോളൂ എന്ന് അള്ളാഹു പറയുകയാണ്. മുത്തഖീന
അലാ സുറുരിൻ മസ്ഫൂഫാ. വിശുദ്ധ ഖുർആനിൽ പല അധ്യായങ്ങളിലായിട്ട് അല്ലാഹു തആല സ്വർഗ നരക ചിത്രങ്ങൾ വിശദീകരിക്കുമ്പോൾ പല ശബ്ദങ്ങളാ നൽകിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളതിനെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഫർണിച്ചർ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അവിടുത്തെ കട്ടില് മാത്രമല്ല, സോഫ ബെഡുകള് എല്ലാം ഉണ്ട്, എല്ലാം റെഡിയാണ്. അലല്ലറായിക്കി മുത്തക്കിഊൻ, അറായിക്കുകളുടെ മേലില് എന്ന് പറഞ്ഞാൽ ചാരുമഞ്ചങ്ങളില്, സോഫ ബെഡുകളില് അവർ ചാരിക്കിടക്കുകയാണ്. അലല്ലറായിക്കി മുത്തക്കിഊൻ. വേറെ ഒരു സ്ഥലത്ത് അലല്ലറായിക്കി യൻദുറൂൻ. ഈ ചാരുകസേരകളിലിരുന്ന്, ചാരുമഞ്ചങ്ങളിലിരുന്ന്, സോഫാ ബെഡുകളിലിരുന്ന് അവർ പരസ്പരം ഫേസ് ടു ഫേസ് ആയിരിക്കുന്നു, അവർ അഭിമുഖീകരിച്ചിരിക്കുന്നു. അല്ലാഹു തആല സൂറത്തുൽ വാഖിയയിൽ നമ്മെ പഠിപ്പിച്ചു, അലാ സുറുരിൻ മൗദൂന മുത്തഖീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. എന്താ പറയുന്നത്? അലാ സുറുരിൻ മൗദൂന. നാളെ പരലോകത്ത് ചെല്ലുമ്പം ജനങ്ങൾ മൂന്നായിട്ട് തിരിയും. മുഖറബീങ്ങൾ എന്ന് പറയുന്ന ഉത്തമ വിഭാഗം, അവരാണ് നമ്പർ 1. അതേ, ഇനി അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞിട്ടൊരു മധ്യമ സമൂഹമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ജസ്റ്റ് അഡ്മിഷൻ ലഭിച്ചവർ. പിന്നീട് അസ്ഹാബുശ് ശിമാൽ എന്ന് പറയുന്ന ഹതഭാഗ്യര്, അവരും ആ കൂട്ടത്തിലുണ്ട്. അതില് മുഖറബീങ്ങളുടെ ഗുണങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും പറയുന്ന അലാ സുറുരിൻ മൗദൂന, അലാ സുറുരിൻ മൗദൂന. അതേ, അവര് ആ സ്വർഗലോകത്ത് മുഖറബീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ആ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, അലാ സുറുരിൻ മൗദൂന. ഇഴകൾ അടുപ്പിച്ച് നെയ്ത സ്വർണ്ണക്കട്ടിലുകളിലാണ് അവരുള്ളത്. അലാ സുറുരിൻ മൗദൂന. ഇഴകൾ അടുപ്പിച്ച് നെയ്തെടുത്ത സ്വർണ്ണക്കട്ടിലുകളുടെ മേലിലാണ്. അവിടെയൊക്കെ സൗന്ദര്യമുണ്ട് ആ അവതരണത്തിൽ മുഴുവനും. ആ സ്വർണ്ണക്കട്ടിലുകളിൽ അവർ വളരെ ആവേശത്തോടെ മനസ്സമാധാനത്തോടെ ഇരിക്കുന്നു. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. ആ സ്വർണ്ണക്കട്ടിലുകളിൽ അതാ ഫേസ് ടു ഫേസ് ആയി മുഖാമുഖം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയാണ് സ്വർഗാവകാശികളുടെ ഏറ്റവും വലിയ സന്തോഷം, ആ അഭിമുഖീകരിച്ചിരിക്കുക. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പല ഭാഗങ്ങളിലും പറഞ്ഞതാണ്. പല അധ്യായങ്ങളിലും ഈ ഒരു ശബ്ദം നമുക്ക് കാണാൻ കഴിയും. പരസ്പരം അഭിമുഖീകരിച്ചിരിക്കുന്ന. എന്താണ് യഥാർത്ഥത്തില് ഈ അഭിമുഖീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഭൂമിയിൽ നമുക്ക് ഒരു കിട്ടാകനിയായ അനുഗ്രഹമാണിത്. ഭൂമിയിൽ എല്ലാം ഉണ്ടെങ്കിലും ഇതങ്ങോട്ട് താമാകണമെങ്കിൽ കുറച്ച് പ്രയാസം. ഇവിടെ നമുക്കുള്ള പ്രശ്നം എന്താ അറിയോ നിങ്ങള്? അതിപ്പോ വലിയൊരു അനുഗ്രഹമാണ്. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് സ്വർഗം പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മുതഖാബിലീൻ മുതഖാബിലീൻ മുതഖാബിലീൻ. ഇത് വലിയൊരു സംഭവമാണോ? മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു ഇത് വലിയൊരു സംഭവമാണ്. എന്താ കാരണം? ഇവിടെ നമുക്കുള്ള കുഴപ്പം ഇൽമുണ്ടാകും, തഖ്വ ഉണ്ടാകും, ഇബാദത്ത് ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷെ മനസ്സിൽ കുറച്ച് കുറുമ്പ് ബാക്കി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരാളുടെ മുഖം കണ്ടുകൂടാ. മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ് വിഷമം. ഉള്ളു തുറന്ന് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഇത് മനസ്സറിഞ്ഞിട്ട് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ കഴിയണം. എന്നല്ല ഒരാളോടും കുറുമ്പില്ലാത്ത ഒരവസ്ഥ വരണം. അതുകൊണ്ടാണ് നാളെ സ്വർഗത്തിൽ ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്വർഗത്തിൽ വിടുന്നതിന് മുമ്പ് അള്ളാഹ്ക്കൊരു പണിയുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു വനസഇനാ മാ ഫീ മിൻ ഖിൽ. ആദ്യം പിടിച്ചിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം അല്ലാഹു തആല അവരുടെ നെഞ്ചകത്തുള്ള ആ ആരും പോരും ഒക്കെ ആദ്യം ഇങ്ങോട്ട് വേരോടങ്ങോട്ട് പിഴുതെടുക്കും. ഇങ്ങോട്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്ക് തന്നെ
ഈ ഭൂമി ലോകത്ത് ഇത് ഒഴിവാക്കാൻ പറ്റാതെ അവനിൽ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഊട്ടപ്പെട്ടിട്ടുണ്ടാവും കുറച്ചെങ്കിലും. എന്നാൽ അതും കൂടെ എടുത്ത് കളയണം. നമുക്കത് ബോധ്യപ്പെടൂല. അവിടെ എത്തിയിട്ടേ അത് ബോധ്യപ്പെടുന്നേ ഉള്ളൂ. ഒരാൾക്ക് കുറുമ്പും കുശുമ്പും ഇല്ലാത്തൊരു അവസ്ഥ എങ്ങനെയെന്ന് ബോധ്യപ്പെടണമെങ്കിൽ സ്വർഗത്ത് തന്നെ പോയിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. ഇവിടുന്ന് എന്തായാലും ഈ വിഷയത്തില് നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് മുഖം കൊടുക്കാൻ, സന്തോഷത്തോടെ അയാളുടെ വളർച്ച നോക്കിക്കാണാൻ, അല്ലെങ്കിൽ അയാളുടെ ഗമനം നോക്കിക്കാണാൻ, ഇതിനൊന്നും നമുക്ക് സാധിക്കില്ല എന്നതാണ് സത്യം. അത് അയൽക്കാരനാണെങ്കിൽ കൂടുതൽ അസൂയ ഉണ്ടാകും, കൂട്ടുകാരനാണെങ്കിൽ അതിൻ്റെയും മുമ്പ് ഓടിയെത്തും, സമപ്രായക്കാരാണെങ്കിൽ അവിടെയും ഓടിയെത്തും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഹസദ് വരുന്നത് അഖ്റാനുകളിലാണ്, സമപ്രായക്കാരിലാണ്. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പഠിച്ചതായിരിക്കും, ഞാനും അയാളും ഒക്കെ ഒരു ദർസിൽ പഠിച്ചേ, പിന്നെന്താ ഇയാൾ മാത്രം ഒരു ആഗോള നേതാവായിട്ട് ഇങ്ങനെ കറങ്ങാൻ? ഇത് മറ്റേ ആൾക്ക് തോന്നിപ്പോകുന്ന, കൂടെ പഠിച്ച ആൾക്ക് തോന്നിപ്പോകുന്ന ഒരു സ്വക്കേടാണ്. ഇതിന് സുഖക്കേട് എന്നാ പറയാ. നാളെ സുഖലോക സ്വർഗത്തിൽ ഇങ്ങനെ ഒരു കുശുമ്പ് ഒരാളോടുമില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ പറയുന്നു തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട്, സ്വഹാബാ, ഇതാ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്ന ഒരു സ്വർഗാവകാശിയെ, ഒരു സ്വർഗസ്ഥന്റെ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉടനെ തന്നെ ഈ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അയാൾ സ്വർഗാവകാശിയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്ക് നിങ്ങൾ, അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് കയറി വരാനുണ്ട്. അന്നൊരാൾ കയറി വന്നു. പിറ്റേന്ന് നബി തങ്ങൾ പറഞ്ഞു, ഒരു സ്വർഗാവകാശിയെ കാണാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആളെ ശ്രദ്ധിക്കണം. പിന്നെ വന്നയാള്, നബി തങ്ങൾ ഇത് പറഞ്ഞതിന്റെ ഉടനെ വന്നയാള് ഇന്നലെ വന്ന അതേ ആളായിരുന്നു. മൂന്നാമത്തെ ദിവസവും നബി പറഞ്ഞു ആളത് തന്നെയായിരുന്നു. ഉടനെ തന്നെ ഒരു സ്വഹാബി ഈ സ്വഹാബിയുടെ പിന്നാലെ പോകുന്നു. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു, അവരുടെ പിന്നാലെ വേറെ ഒരാൾ ഇങ്ങനെ കൂടുന്നു. എന്തുകൊണ്ടാണ്? സ്വർഗാവകാശിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉറപ്പിച്ചങ്ങ് പറയാൻ കാരണം എന്ന് കരുതിയിട്ട് അവരുടെ പിന്നാലെ കൂടി അവർ ചെയ്യുന്ന ഇബാദത്തൊന്ന് കണ്ടുപിടിക്കണം. എന്തോ നമ്മളൊന്നും ചെയ്യാത്ത കാര്യമായെന്തോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കൂടുതലായൊന്നും ചെയ്യുന്നത് കാണുന്നില്ല. ഇവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കാണുന്നുള്ളൂ. രാവും പകലും ഞാൻ ആ വലിയ മനുഷ്യനെ പിന്തുടർന്നു, ഒന്നും കിട്ടിയില്ല. അവസാനം ഈ നിരീക്ഷകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്രേ, എന്താണ് നിങ്ങളെ പറ്റി അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഞാൻ കുറെ കാലമായി നിങ്ങളുടെ കൂടെ നടക്കുന്ന, ഞാൻ ചെയ്യാത്തൊന്നും നിങ്ങൾ ചെയ്യുന്നത് കാണുന്നില്ല, എന്താണത്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, ഞാൻ അതിനു മാത്രം ഇബാദത്തുകൾ ചെയ്യുന്ന ആളല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അത് അദ്ദേഹത്തിന് സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ എനിക്ക് എന്റേതായി പറയാനുള്ളത് ഒരൊറ്റ ഗുണമാണ്, അള്ളാഹുവാണ് സത്യം. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട ദിനം മുതൽ ഇന്ന് വരെ ഒരു മനുഷ്യനോടും എനിക്ക് കുശുമ്പും കുറുമ്പും തോന്നിയിട്ടില്ല. ഇത് വല്ലാത്ത ഒരനുഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. മനസ്സ് നന്നാവണം. മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാണ്. അപ്പോഴേ ഈ മുഖാമുഖ ഇരിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ മുഖാമുഖ ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വനസാഴന മാഫി സുദൂരിഹിം മിൻ ഗിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശേഷം പറയുന്നത് തന്നെ കട്ടിലുകളിൽ അവർ പരസ്പരം മുഖാമുഖം ഇരിക്കുമെന്നാണ് അവിടെയും അള്ളാഹു പറയുന്നത്. ഇങ്ങനെ എല്ലായിടത്തും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് പറയുന്നു. അതോടൊപ്പം തന്നെ ഇഖ്വാനൻ, അവര് സഹോദര സഹോദരിമാരായിട്ട് വളരെ ഐക്യത്തിലും ഒരുമയിലുമാണ് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാളുടെ മുഖത്തേക്ക് കൂടുതൽ സമയം നോക്കാൻ പറ്റാത്തതാണ് നമ്മുടെ കുഴപ്പം. നമുക്ക് പലപ്പോഴും മുഖാമുഖം ഇങ്ങനെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സുഖമായിട്ട് തോന്നൂല. കാരണം മുഖാമുഖം കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ഒരു സീറ്റ് ഇങ്ങോട്ട്, ഒരു സീറ്റ് ഇങ്ങോട്ട്, ഒരു സീറ്റ് അങ്ങോട്ടാണ്.
ഒമ്നി കാറുകളിലേക്ക് സീറ്റ് പോലെ, അല്ലെങ്കിൽ പിന്നെ മുദവറായിരിക്കണം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വട്ടത്തിൽ. എന്നാൽ പിന്നെ എല്ലാവർക്കും പരസ്പരം കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പം എങ്ങനെയോ ആവാം. അതൊക്കെ സ്വർഗലോകത്തിൽ എത്തിയിട്ടേ അതിൻ്റെ രൂപകൽപ്പന നമുക്ക് നടത്താൻ പറ്റൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മുഖാമുകളുടെ ഇരുത്തം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ ട്രെയിനിൽ ഇങ്ങനെയുള്ള ഒരു ഇരുത്തമുണ്ട്, മുഖാമുഖാണ് ട്രെയിനിൽ സീറ്റുകൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് വല്ലാത്തൊരു ചടപ്പാണ്. അതിൻ്റെ കാരണം എന്താ? മനുഷ്യൻ്റെ മുഖത്ത് കൂക്കി കൂടാന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ മനുഷ്യരാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അതാ സ്വർഗലോകത്ത് നമുക്ക് വേണ്ടി നല്ല അടിപൊളി ഫർണിച്ചറുകൾ ഒരുക്കി തന്ന് അതിലങ്ങനെ ഇരിക്കുന്നു. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ആ കട്ടിലുകൾ വരിവരിക്കിടുന്നു എന്നേ പറയുന്നുള്ളൂ, അണി അണിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നേ പറയുന്നുള്ളൂ. ആ കട്ടിലിന്റെ മഹത്വം അത് സ്വർണ്ണ നൂലുകളെ കൊണ്ട് നെയ്തെടുത്തതാണ്. അതും ആ ഇഴകൾക്കിടയിൽ വിടവില്ല, ഇഴകൾ അടുപ്പിച്ചു നെയ്ത സ്വർണ്ണ നൂലുകളെ കൊണ്ടുള്ള കട്ടിലുകളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തി. അത് പറയാൻ വേണ്ടിയാണ് സൂറത്തുൽ വാഖയിലേക്ക് പോയത്. അപ്പൊ ഇത്തരം നല്ല അടിപൊളി ഫർണിച്ചർ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞാനും നിങ്ങളും കഴിഞ്ഞുകൂടുന്നു. എന്നിട്ടോ വസവ്വജ്നാഹും ബിഹൂരിൻ ഈൻ. ഇഷ്ടം പോലെ തിന്നാന്, ഇഷ്ടം പോലെ കുടിക്കാന്, നല്ല ഒരു വീട്, ആ വീട്ടിലൊരുപാട് ഫർണിച്ചർ സൗകര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടായത് കൊണ്ടൊരു മനുഷ്യൻ അടങ്ങോ ഇല്ല. ആ മനുഷ്യന് പരിപൂർണമാവണോ സന്തോഷം, ആവശ്യമാണ് ഒരു ഭാര്യയുടെ സാന്നിധ്യം. അതെ, ഒരു മനുഷ്യന് സന്തോഷം പരിപൂർണമാകണമെങ്കിൽ, മനസ്സമാധാനം പരിപൂർണമാകണമെങ്കിൽ ഒരു ഭാര്യ വേണം. ഇന്നലെ ഞാൻ ഉണർത്തിയില്ലേ, ആദം നബി അലൈഹിസ്സലാം അവരെ സ്വർഗത്തിലയക്കുമ്പോ അല്ലാഹ് പറഞ്ഞത്, യാ ആദമുസ്കുൻ, ആദമേ നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചോളൂ എന്ന് പറയുമ്പോൾ ആദം നബി മാത്രം പോയിട്ട് അവിടെ സമാധാനം ഉണ്ടാകൂല എന്നുള്ളത് കൊണ്ട് അല്ലാഹ് പറയുന്നു, അൻത വസൗജുകൽ ജന്ന, നിങ്ങളും നിങ്ങളുടെ ബീവിയും നിങ്ങളുടെ ഇണയും പോവണം, അപ്പോഴേ സന്തോഷമുണ്ടാകൂ. അല്ലാഹ് പറയുന്നു, നോക്ക് നിങ്ങൾ, വമിൻ ആയാതിഹി എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൽ. ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നു, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അള്ളയുണ്ടെന്നതിന്റെ തെളിവാണ്, അള്ള നിങ്ങൾക്കൊരുക്കി തന്ന സൗകര്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന തെളിവുകളാണ്, ശ്രദ്ധിക്കപ്പെടുന്ന സൗന്ദര്യങ്ങളാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ സ്വവർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കി തന്ന ഏറ്റവും വലിയ അത്ഭുതമാകുന്നു. ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തു തന്ന വൈകാരിക ദാഹം തീർക്കാൻ വേണ്ടി മാത്രമല്ല ഭാര്യ. ചിലരങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, വൈകാരിക ദാഹം ശമിപ്പിക്കാനുള്ള ഒരു യന്ത്രമാണ് ഭാര്യ. ഒരിക്കലുമല്ല. അള്ളാഹു അതിന് കാരണം പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് നമ്മൾ ഭാര്യമാരെ തന്നിരിക്കുന്നു, ഇണകളെ തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ സ്വവർഗത്തിൽ നിന്ന് തന്നപ്പോൾ ലിതസ്കുനൂ ഇലൈഹ, ആ ഇണകളിലേക്ക് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും തേടി ചെല്ലാൻ കഴിയും. അവിടെയാണ് വിഷയം. അതാണ് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. വൈകാരിക ദാഹം തീർക്കാൻ സ്വവർഗത്തിലെ ഇണ തന്നെ വേണം എന്നുണ്ടോ? വൃത്തിയില്ലാത്ത ഏർപ്പാടാണെന്നേ ഉള്ളൂ. പാശ്ചാത്യം ചെയ്യുന്നത് പോലെ വൃത്തിയില്ലാത്ത ഏർപ്പാടിലും വൈകാരിക ദാഹം തീർക്കാം. വളരെ വൃത്തികെട്ടതാണ്, വളരെ വൾഗറാണ്. അതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ കേവലം ഒരു വൈകാരിക ദാഹം തീർക്കാൻ സ്വന്തം വർഗത്തിലെ ഇണ തന്നെയാവണമെന്നില്ല. മാന്യമായതും സംസ്കാര സമ്പന്നമായതും അതാണ്. ഓക്കെ, പക്ഷേ അത് നടന്നാലും അതുകൊണ്ട് കിട്ടാത്ത ഒരു സംഗതിയുണ്ട്. അതെന്താ? നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ക്ഷീണിച്ചു വരുന്ന ഭർത്താവ്, കടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ അതിന് ഭാര്യയ്ക്ക് സാധിക്കില്ല. അതിനെന്തു വേണം? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അള്ളാഹു മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്ന പെൺവർഗത്തെ പടക്കണം.
അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. കഴിഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം, ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിൽ എന്നോടും നിങ്ങളോടും പറയുന്നത് കാണാം. അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. എന്നിട്ട് ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾക്ക് ആ ഭാര്യമാരിലേക്ക് ശാന്തി തേടിച്ചെല്ലാൻ, സമാധാനം തേടിച്ചെല്ലാൻ, ഇതിനാണ് ഭാര്യമാര് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും അല്ലാഹു ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. ഇത് അല്ലാഹു ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ്. അത് അല്ലാഹു ഊട്ടിയുറപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കത് പ്രതീക്ഷിക്കേണ്ടിയില്ലായിരുന്നു, ഒരിക്കലും അത് കിട്ടുകയില്ലായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ സ്വവർഗത്തിൽ നിന്ന് മിൻ അൻഫുസിക്കും എന്നതിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മറ്റു സങ്കര ഇനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഉള്ള ഇണകളെങ്കിൽ എന്തായിരിക്കും അതുകൊണ്ടുണ്ടാകാൻ പോകുക? അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. മൃഗങ്ങള്, വിവിധ തരത്തിലുള്ള മൃഗങ്ങള് പാക്ഷാത്യർ ചെയ്യുന്നത് പോലെ പട്ടിയുടെ കൂടെ, പശുവിന്റെ കൂടെ, ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം എന്താ? ആ ഭാര്യയിൽ നമുക്ക് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ് അതാ ഒരു സങ്കര വർഗമായിട്ടായിരിക്കും വരിക, അല്ലേ? ഒരിക്കൽ പ്രസവിക്കുമ്പോൾ പശുക്കുട്ടിയായിരിക്കും, ഒരിക്കൽ പ്രസവിക്കുമ്പോൾ മനുഷ്യക്കുട്ടിയായിരിക്കും. എത്ര പേർക്ക് ഇതിനെ സ്വീകരിക്കാൻ കഴിയും? എത്ര പേർക്ക് സന്തോഷത്തോടെ ഇത് ഏറ്റുവാങ്ങാൻ കഴിയും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സാധിക്കുകയില്ല. ഒരു സന്തോഷവും ഉണ്ടാകില്ല. ഇന്ന് നമുക്ക് ഒരു കുഞ്ഞൻ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സന്തോഷം എത്രയാണ്! ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് എത്ര ആവേശത്തോടെയാണ് യഥാർത്ഥത്തിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഒരു കുട്ടി ഉണ്ടാകുക എന്ന് കേട്ടാൽ എന്തൊരു സന്തോഷാണ്. അതേ, എന്താണ് അതിന് കാരണം? മിൻ അൻഫുസികും അസ്വാജാ, അതുകൊണ്ടാണ് ഈ അനുഗ്രഹം നമുക്ക് കിട്ടിയത്. അതേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദാ, നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ഇണകളെ നൽകി. വജഅല ലക്കും മിൻ അസ്വാജികും, ആ സ്വവർഗ ഇണകളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് നൽകി. ബനീന വഹഫദാ, മക്കളെയും പേരക്കുട്ടികളെയും അല്ലാഹു തന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു വറസഖകും മിനത് ത്വയ്യിബാത്, മാത്രമല്ല നല്ല ക്ഷേമമായ സുഭിക്ഷമായ നല്ല ഭക്ഷണവും അല്ലാഹു നിങ്ങൾക്ക് നൽകി. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ വബിനിഅ്മത്തില്ലാഹി ഹും യക്ഫുറൂൻ. സൂറത്തുൻ നഹലിന്റെ 72-ാം വചനം നമ്മളെ പഠിപ്പിക്കുന്ന, എന്നിട്ടാണോ ഈ മിഥ്യയായ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്? എന്നിട്ടാണോ നിങ്ങൾ ഈ ശിർക്കുമായി നടക്കുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. എന്നിട്ടാണോ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് ഈ കൗമ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പല വിഭാഗക്കാരോടുമാണ് ആ ചോദ്യം. എന്നാൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറഞ്ഞത് വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദാ, വലിയൊരു അനുഗ്രഹമാണ്. മക്കളും പേരക്കിടാങ്ങളും, ഇത് മനുഷ്യന്റെ ഒരു സന്തോഷമാണ്. യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുമ്പോൾ പിന്നെ പേരക്കുട്ടികളെ പറയേണ്ടതുണ്ടോ? അല്ലെ, മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേരക്കുട്ടികളെ പറയണ്ടല്ലോ, അവര് വേറൊരു ടീമിന്റെ മക്കളാണ്, അങ്ങനെ അങ്ങോട്ട് പോകുമല്ലോ. മക്കൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പേരമക്കൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തിനാ? പേരമക്കളും മക്കൾ എന്ന ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടില്ലേ? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതെ, പേരക്കുട്ടിയെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം സ്വന്തം മക്കളോടുള്ളതിനേക്കാൾ സ്നേഹം ഉണ്ടാകും പേരക്കുട്ടികളോട്. ഇത് ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ ചിത്രമാണ്. നമ്മളെ വാപ്പിയമ്മയൊക്കെ ഭയങ്കര ഒരു മക്കളോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട് വാപ്പ ഉമ്മമാർക്ക്. അപ്പൊ അതുകൊണ്ടാണത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. ബനീന വഹഫദ, മക്കളും പേരമക്കളും നിങ്ങളുടെ വീട്ടിന്റെ വെളിച്ചമാണ്.
ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ്. അതെ, ഇനി പറയാൻ പോകുന്ന കേസുമാണത്. വസവ്വജ്നാഹും ബിഹുരിൻ ഐൻ. അതേ, ഇണകളുടെ സാന്നിധ്യം നമ്മുടെ കൽബിനെ തണുപ്പിക്കും. അല്ലാഹു തആല സ്വർഗം പറയുന്നിടത്ത് പല സ്ഥലങ്ങളിലും അല്ലാഹു ഇത് പറയുന്നത് കാണാം. അസ്വാജുണ്ട്, അസ്വാജുണ്ട് എന്നിങ്ങനെ പറയും. കാരണം അതുണ്ട് എന്ന് കേൾക്കുമ്പോഴേ മനുഷ്യന്റെ കൽബ് തണുക്കൂ. അതേ, അതിന് ഹൂറുൽ ഈങ്ങൾ സ്വർഗീയ സ്ത്രീകളാണ്, സ്വർഗീയ സഹോദരിമാരാണ്, സ്വർഗീയ തരുണികളാണ്. അത് പ്രത്യേകമായി അല്ലാഹ് എടുത്തു പറയുന്നു. എന്നാലോ ഇവരെ വെല്ലുന്ന സൗന്ദര്യവും ഇവരെ വെല്ലുന്ന സ്വഭാവവും ഇവരെ വെല്ലുന്ന ആരോഗ്യവുമായി ഈ ഭൂമിയിലെ സ്വർഗീയ തരുണികൾ, ഇഹലോക തരുണികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെ പല സ്ഥലത്തും ഹൂറുൽ ഈങ്ങൾ അങ്ങനെ പരാമർശിക്കുന്നത് കാണുമ്പോൾ അതാ അല്ലാഹു തആല സൂറത്തുൽ വാഖിയയിൽ തന്നെ പടച്ച റബ്ബ് പഠിപ്പിക്കുന്നത് കാണാം. സൂറത്തുൽ വാഖിയയിൽ ആദ്യം മുഖറബീങ്ങളുടെ അവസ്ഥ പറഞ്ഞ് അവരോടൊപ്പം ഹൂറുൽ ഈങ്ങളെ പരാമർശിപ്പിച്ച് രണ്ടാമത്തെ സ്വർഗ പരാമർശത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. സ്വർഗത്തിലെ ഇഹലോക തരുണികള്, ആ ഇഹലോക തരുണികളെ കുറിച്ച് പറയുന്ന ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങള് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല. ഹൂറുൽ ഈങ്ങളെ അവർക്ക് ഇണകളാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൂറുൽ ഈങ്ങളെ മാത്രമല്ല, അത് പ്രത്യേകം എടുത്തു പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇഹലോകത്തെ സഹോദരിമാരും അതും അതിൽ പെടുന്നുണ്ട്. ഈ ശബ്ദത്തിൽ ചില സ്ഥലങ്ങളിൽ അത് പറയുന്നില്ല, ചിലയിടത്ത് രണ്ടും കൂടെ ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, രണ്ടും അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ പേടിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിച്ച പെണ്ണ്, ആ പെണ്ണ് ഹൂറുൽ ഈങ്ങളെ വെല്ലുന്നവരാണ് യഥാർത്ഥത്തിൽ. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലയോ ഹബീബേ, അല്ലയോ ഹബീബേ, ഞങ്ങൾക്കാണോ ഹൂറുൽ ഈങ്ങൾക്കാണോ കൂടുതൽ പവർ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഓ ഉമ്മു സലമ, നിസാഉദ്ദുന്യക്കാണ് പവർ, ഇഹലോക തരുണികൾക്കാണ് പവർ. എത്രമാത്രം മാറ്റുണ്ട് നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫദ്ലുഹുന്ന അലൈഹിന്ന, അവരുടെ ബഹുമതി, നിസാഉദ്ദുന്യയുടെ ബഹുമതി ഹൂറുൽ ഈങ്ങളെക്കാൾ എത്രയുണ്ടെന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കഫളിൽ ളിഹാറതി അലൽ ബിത്വാന, കഫളിൽ ളിഹാറതി അലൽ ബിത്വാന, മേൽമുണ്ടിന് അടിവസ്ത്രത്തിനുള്ളതിനേക്കാളുള്ള മഹത്വമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇത് രണ്ടിനും രണ്ട് മെയിൻറ്റാ. എപ്പോഴും നമുക്ക് തന്നെ രണ്ട് മെന്റാലിറ്റി ആയിരിക്കും ഈ രണ്ട് വസ്ത്രത്തോട്. എന്ന് പറഞ്ഞാൽ അടിവസ്ത്രം ഇനിയിപ്പോൾ ഒരു ചെറിയ പൊട്ടുണ്ടെങ്കിലും നമ്മളത് ധരിക്കും. ഉദാഹരണത്തിന് ബനിയൻ, അത് നമ്മളൊരു ചെറിയ കീറലുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശരിക്ക് ചെറുതായിട്ടൊന്ന് അഴുക്ക് പിടിച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ അതൊന്ന് ധരിച്ചേക്കാം. പക്ഷെ മുകളിൽ ധരിക്കുന്നത് എപ്പോഴും അടിപൊളിയായി ഒരു അഴുക്കുമില്ലാതെ ശ്രദ്ധിക്കാൻ നോക്കും. എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഇങ്ങനെ ശരിക്ക് ചെത്തി മിനുക്കി കൊണ്ടു നടക്കും. മുകളിൽ ധരിക്കുന്ന വസ്ത്രം അതിനൊരു കീറൽ വീണ അത് ഒഴിവാക്കി പുതിയത് നോക്കി. ഇതല്ലേ പരിപാടി, ഇതേ രൂപത്തിൽ. അതുകൊണ്ട് അടിവസ്ത്രത്തിനേക്കാൾ മുകൾ വസ്ത്രത്തിനുള്ള, മേൽ വസ്ത്രത്തിനുള്ള മഹത്വമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇത് എല്ലാ വിഷയത്തിലും ഹൂറുൽ ഈങ്ങളെക്കാൾ നിസാഉദ്ദുന്യക്കുണ്ട്. കാരണം നിസാഉദ്ദുന്യ ഈ ഭൂമി ലോകത്ത് പരീക്ഷണ നാളുകളില് ധാരാളം ഇബാദത്തുകൾ ചെയ്തതാണ് എന്നതാണ് അതിന്റെ പ്രധാന കാരണം. വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ. എന്നാൽ ഇവിടെ ആർക്കാണ്, ഈ ഭൂമിയിലെ സഹോദരിമാർക്ക് നാളെ അവരോടൊപ്പം ഒന്നിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഇവിടെ നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഖുർആനോദി
ഭർത്താവിനെ അനുസരിച്ച് നടന്ന പെണ്ണിനു മാത്രമേ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയൂ. ഇൻഷാ അല്ലാഹ് വസവ്വജ്നാഹും ബിഹൂരിൻ എന്നത് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതങ്ങ് പറഞ്ഞതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യം പറയാം. ഞാൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും പെങ്ങന്മാരോടും, നിങ്ങൾക്ക് ഈ മഹത്വമുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായി അധ്വാനിക്കണം. വെറുതെ കിട്ടൂല. കിട്ടിയാൽ നിങ്ങൾ ഹൂർലിങ്ങളെക്കാൾ മുന്നിലാണ്. മാത്രമല്ല, ഇവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചവർക്ക് നാളെ അവിടെയും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാൻ അള്ളാഹു അവസരം തരും. ഇതെന്തിനാ അള്ളാഹു തആല ഇങ്ങനെ പറഞ്ഞത്? അതെ, ഇണകളുടെ സാന്നിധ്യം നമ്മൾ വല്ലാതെ കൊതിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കൊതിയിൽ ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ ഇണകളോടൊപ്പം നാളെ ആഖിറത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട് ഇല്ലേ? എന്നാൽ കിട്ടുമെന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ടെൻഷനും ഉണ്ടാകും കൂട്ടത്തിൽ. അങ്ങനെ ഉണ്ടാകുമല്ലോ ആരെങ്കിലുമൊക്കെ. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഇതുവരെ ഖുർആൻ ക്ലാസ് ചടച്ചിട്ടില്ല, ഇന്ന് ഭയങ്കര വിഷമം, എന്തേന്ന് വെച്ചു. ഞാൻ വിചാരിച്ചൊരു 10-40 കൊല്ലം ഇപ്പം ആത്തുമാനെ സഹിച്ചാൽ മതി. ഓളിഞ്ഞ് സ്വർഗത്തുക്കും കൂടെ വരികയാണെങ്കിൽ എനിക്ക് വേണ്ടത്. കാരണം എന്താ, ഈ ഭൂമിയിൽ അത്രയും പാത്തുമാത്ത ഒരു പക്ഷേ അയാളെ മടുപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വിഷയമാക്കണ്ട. കാരണം നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ ഇത് ആ പഴയ പാത്തുമ്മക്കുട്ടി ആവില്ല. നിങ്ങൾ എന്തുകൊണ്ടാണോ അവളെ വെറുക്കുന്നത്? സൗന്ദര്യം പോരാത്തത് കൊണ്ടാണോ? അതുകൊണ്ട് വെറുക്കൂല. കാരണം സൗന്ദര്യമല്ല, ഇവിടെ ദമ്പതികൾക്കിടയിലുള്ള വഴക്കുകൾക്ക് പ്രധാന കാരണം നാക്കാണ്, സ്വഭാവ ഗുണാണ്. അപ്പൊ ആ സ്വഭാവ ഗുണമായിരിക്കും പ്രശ്നം. അതുകൊണ്ട് തന്നെ സൗന്ദര്യം ടോപ്പാണ്, എല്ലാവരും സുന്ദരികളാണ്. എന്നാൽ ഏതെങ്കിലും ഒരാളുടെ ഭാര്യ ഏജ് ഓവർ അല്ല, എല്ലാവരും 33 വയസ്സിലാണ്. ആണും പെണ്ണും ഒക്കെ 33 വയസ്സില്, എല്ലാവരും ആരോഗ്യവാന്മാര്, എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളും. ആ ലോകത്ത് ആ ഭാര്യ ഭർത്താവിനെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കും. ഉറുബൻ അത്റാബാ. ഈ ഭൂമിയിലെ സഹോദരിമാരെ പറ്റിയാണ് അല്ലാഹ് പറഞ്ഞത്, ഉറുബൻ അത്റാബാ. ഭർത്താക്കന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന പെണ്ണുങ്ങളാണ് ഉറുബൻ അത്റാബാ. എല്ലാവരും സെയിം ഏജുകാരാണ്, എല്ലാവരും ഒരേ പ്രായക്കാരാണ്, സമപ്രായക്കാരാണ്. അത്റാബാ. ഇതേ അവസ്ഥയിലാണ് നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത്. ഉറുബൻ അത്റാബാ. ഫജഅൽനാഹുന്ന അബ്കാറൻ ഉറുബൻ അത്റാബാ. മാത്രവുമല്ല, എന്നും ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നമ്മൾ കന്യകകളാക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞു, എന്നും അവർ കന്യകകളാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു നിത്യ പുതുമ അവിടെ നിലനിൽക്കും. എന്നും ഫസ്റ്റ് നൈറ്റാണ്. ചിലപ്പോഴൊക്കെ ഗൾഫുകാർ തമാശയായിട്ട് പറയാറുണ്ട്, ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടെങ്കിലും കുറെ ഫസ്റ്റ് നൈറ്റുകളുണ്ട്. ഒരു തമാശയായിട്ട് പറയുന്നതാ. എന്നതുപോലെ കുറെ കാലം കാണാതിരുന്ന് കാണുമ്പം വല്ലാത്ത ഒരു സ്നേഹം, ആ ഒരു അടുപ്പം, ഇത് സ്വാഭാവികമാണ്. എന്നാൽ സ്വർഗത്തിൽ എന്നും പുതുമയാണ്. അപ്പോഴാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, നബിയെ, എന്നും ഫസ്റ്റ് നൈറ്റ് ആയാൽ എന്ന് പറഞ്ഞിട്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുഖം പൊത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷമമല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ല, ഒരു വിഷമവുമില്ല എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുടെ ആ ചോദ്യത്തില് എന്നും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായി കുറെ ഇണങ്ങി ബന്ധപ്പെട്ടതിന്റെ ശേഷമാണ് ആ ഭർത്താവിനെ കാണുന്നതിൽ കൂടുതൽ താല്പര്യമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഈ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല, യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല, മറിച്ച് നിത്യ പുതുമ നിലനിൽക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ ഭൂമി ലോകത്ത് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന എല്ലാവരും ചിന്തിക്കുക, നാളെ പരലോകത്തിതേ ഇണകളെ വേണോ? നിങ്ങൾ മാത്രം സുബഹി നിസ്കരിച്ചാൽ ഈ ഇണകളെ പരലോകത്ത് കിട്ടുകയില്ല. അതേ, ഹുറുല്ലീങ്ങളെ അവർക്ക് ഇണകളായി നൽകും. ഞാൻ പറഞ്ഞു, അത് പ്രാധാന്യത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ പ്രത്യേക സ്വർഗീയ തരുണികളെ പ്രത്യേകം പരാമർശിച്ചു എന്ന് മാത്രം. എല്ലാം അതിൽ പെടുന്നുണ്ട്. സൂറത്തുർ റഅദിൽ അല്ലാഹ് പറയുന്നു, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ,
വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. നമ്മുടെ ഏറ്റവും വലിയ, അതാ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ലിഖാഉല്ലാഹിയാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അള്ളാനെ കാണുക, റസൂലുള്ളാഹിയുമായി മീറ്റ് ചെയ്യുക, ഇതൊക്കെ വലിയ ഭാഗ്യമാണ്. എന്നാ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്ന സന്തോഷം, ഈ ഭൂമിയിൽ നിന്ന് ഭാര്യയും ഭർത്താവും മക്കളുമായി വാപ്പയും ഉമ്മയുമായി ജീവിച്ചവർ, ആ കുടുംബം നാളെ സ്വർഗത്തിലെ തീന്മേശയിൽ ഒത്തുകൂടുവോ? സൂറത്തുർ റഅദിൽ അല്ലാഹ് പറയുന്നു ഒത്തുകൂടും. അതേ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ. സൂറത്തുർ റഅദിന്റെ 23-ാം വചനത്തിൽ അല്ലാഹു പറയുന്ന, നാളെ ശാശ്വതമായ സ്വർഗീയാരാമങ്ങളിൽ സ്വർഗാവകാശികൾ കടക്കും. സ്വർഗാവകാശികൾ മാത്രമോ അല്ല, ആ സ്വർഗാവകാശികളുടെ കൂടെ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ ഇണകൾ, അവരുടെ മാതാപിതാക്കളുണ്ട്, സാലിഹീങ്ങളായ മാതാപിതാക്കള്. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് സാലിഹീങ്ങളായവർ അവിടെ എത്തും. മാത്രമല്ല വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ ഇണകളിൽ നിന്നുള്ള സാലിഹീങ്ങളും അവിടെ എത്തും. വദുർരിയാതിഹിം, അവരുടെ മക്കളിൽ നിന്നുള്ള സാലിഹീങ്ങളും സ്വർഗത്തിലെത്തും. ഇവരിങ്ങനെ കൂടിയിരിക്കുകയാണ് ഒരു തീന്മേശയിൽ. സ്വർഗത്തിലെ കാടയും കോഴിയും അതുപോലെ തന്നെ മട്ടനും ബീഫും എല്ലാം അവിടെ ഉണ്ട്. പഴവർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി ഫുഡുകളെല്ലാം തിന്നാൻ വേണ്ടി തീന്മേശക്ക് ചുറ്റും ഇരിക്കുമ്പോ അതാ വരുന്നു മാലാഖമാര്. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, 8 വാതിലിലൂടെയും അതാ കടന്നു വരുന്നു മാലാഖമാര് സ്വർഗത്തിലേക്ക്. എന്തിനാ ഇവർ കടന്നു വരുന്നത്? ഈ ഈ കുടുംബ സംഗമങ്ങളെ അനുമോദിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, ഇവരൊക്കെ ഒത്തിരിക്കുന്ന ഈ തീന്മേശയിലേക്ക് യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. എന്നിട്ട് എന്താ പറയുന്നത്? ഓരോ വാതിലിലൂടെയും കയറി വരുന്നു. എവിടെയൊക്കെ കുടുംബ സംഗമങ്ങളുണ്ടോ ആ മേശക്ക് ചുറ്റും വന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖുബദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും, നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത്, ഈ സ്വർഗം കിട്ടിയത്. നിക്കരിക്കാൻ ക്ഷമിച്ചിട്ടുണ്ട്, ഹറാമ് ചെയ്യാതിരിക്കാൻ ക്ഷമിച്ചിട്ടുണ്ട്, നിർബന്ധമായ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ നിയമവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കാം നിങ്ങൾ വല്ലാതെ ക്ഷമിച്ചിട്ടുണ്ട്. സഹിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നും ഇനി ശാന്തിയാണ്. സലാമുൻ അലൈക്കും ബിമാ സ്വബർതും ഫനിഅമ ഉഖുബദ്ദാർ. അപ്പൊ ആദ്യം ഒരു സലാം വെച്ചു കൊടുത്തിട്ട് പിന്നെ ഇവരുടെ അനുമോദനം. ഫനിഅമ ഉഖുബദ്ദാർ, എത്ര നല്ല ഭവനമാണ് ഈ അന്തിമ ഭവനം. ഫനിഅമ ഉഖുബദ്ദാർ, ഈ അന്തിമ ഭവനം എത്ര ചേലൊത്ത ഭവനം, എന്തൊരു നല്ല ഭവനം. ഫനിഅമ ഉഖുബദ്ദാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മലക്കുകൾ വന്നിട്ട് ഇത് പറയുന്നു. എന്തിനാ ഇത് പറയുന്നത്? സലാം പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അനുമോദിച്ചെങ്കിലേ നമുക്ക് ആ അനുഗ്രഹം അങ്ങോട്ട് പരിപൂർണമാവുള്ളൂ. നമ്മൾ അനുഗ്രഹിച്ചു എന്ന് പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ ഒന്ന് അനുമോദിക്കണം. നമ്മളിപ്പോൾ ഒരു വലിയ വീടുണ്ടാക്കി, ആ വീടിൻ്റെ കുടി ഇരിക്കൽ അഥവാ ഗൃഹപ്രവേശം, അത് നമ്മളൊരു പരിപാടിയായിട്ടൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നാട്ടിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി. ഇതൊന്നും ആർഭാടങ്ങളിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട് നിർമ്മാണം തൊട്ട് കുടിയിരിക്കൽ വരെ ഒക്കെ ആർഭാടങ്ങളിലാണ്, അത് വേറെ വിഷയം. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന ഈ ഒരു മിതമായ വീട്, ഇതിന്റെ ഈ നിഅമത്ത്, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ കൂട്ടുകാരെ ഒരു നിഅമത്ത് വരുമ്പോൾ അതിന് ശുക്ർ ചെയ്യണമെന്നാണ്. ആ നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി കുറച്ച് കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊരു ചെറിയൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ആ പാർട്ടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവൻ വലിയ ചെലവിട്ട് നടത്തിയ പാർട്ടിയാണ്. എല്ലാവരും വന്നു, നല്ല ഫുഡ് മൂക്കറ്റം കഴിച്ചു, ഇറങ്ങി അങ്ങനെ പോകുന്നു. എന്നാൽ ആചാര്യ ഞാൻ വരാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞങ്ങനെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷവുമില്ല. ഉറപ്പല്ലേ? നമ്മുടെ മനസ്സിന് സന്തോഷാവൂല. നേരെ മറിച്ച് ഒരാള് എന്നാ ആചാര്യ ഞാൻ വരട്ടോ എന്ന് പറഞ്ഞ് സലാം പറയുന്നതോടൊപ്പം തന്നെ അയാള് ഉടനെ തന്നെ യാത്ര ചോദിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കയറി വരുമ്പോൾ സലാം പറഞ്ഞിട്ട് ഇയാള് ഭക്ഷണം കഴിച്ചത് മാത്രമല്ല, വന്നു പോകുക എന്നുള്ളതല്ല. ഇയാള് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അല്ല ആചാര്യ ഈ മെയിൻ ഡോറ് ഇത് എവിടുന്ന് കൊണ്ടുവന്നതാ?
ഈ മരങ്ങൾ എവിടെ നിന്ന് എടുത്തതാ? വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ, ഇതിന്റെ പണി ആരാ എടുത്തത്? ഈ ജനലിന്റെ ഡിസൈൻ വർക്ക് ആരാ എടുത്തത്? അങ്ങനെ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ അത് ഉണ്ടാക്കിയ ആൾക്ക് ഒരു സുഖാണ് അല്ലേ? ഇപ്പൊ ഈ പള്ളി ഇതാരാ എടുത്തത് എന്നിങ്ങനെ വന്ന് ചോദിക്കുക, ഇതിന്റെ എഞ്ചിനീയർ ആരായിരുന്നു എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു തണുപ്പായിരിക്കും. ആരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംഗതി ഉഷാറായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നതുപോലെ ഏതാണ്, എവിടെ നിന്നാണ്, ഏത് ആശാരിക്ക് കൊണ്ടാണ് നിങ്ങൾ ഈ പണിയെടുപ്പിച്ചത്? അല്ലെങ്കിൽ ഈ വിരിച്ചിരിക്കുന്ന മാർബിളിന് സ്ക്വയർ ഫീറ്റിന് എന്താ വില? അല്ലെങ്കിൽ ഈ ഗ്രാനൈറ്റിന് സ്ക്വയർ ഫീറ്റിന് എന്താ വില ചോദിക്കുന്നു. അതിങ്ങനെ ചോദിക്കുമ്പോൾ ഇയാളിങ്ങനെ പൊങ്ങും. കുഴപ്പമില്ല, ഇവന് തിന്നാൻ കൊടുത്തത് മുതലായി. നേരത്തെ ഒന്നും വേണ്ടാതെ ഇറങ്ങിപ്പോയവനോടോ അവനോട് മാനസികമായിട്ട് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാവും. ഇവൻ ഇപ്പോയല്ലേ ഞാൻ മുണുങ്ങാൻ കൊടുത്തത്, അങ്ങനെ ഒരു വിഷമം ഇങ്ങനെ ഉണ്ടാവും. ഒരു അഭിപ്രായം പറയാതെ പോയല്ലോ. അതേ സ്വർഗത്തിൽ നമ്മളെ അനുമോദിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. മാലാക്കമാര് വന്നിട്ട് വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. എന്തൊരു നല്ല തറ, എന്തൊരു നല്ല വാതിലുകൾ, എന്തൊരു നല്ല ജനവാതിലുകൾ. അതേ ആ സ്വർഗത്തിന്റെ ഓരോ ഭാഗവും എടുത്തിട്ട് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ഫനിഅമ ഉഖ്ബദ്ദാർ, അന്തിമ ഭവനം ഇതാണ്. ഇനി നിങ്ങൾ വീട് മാറി താമസിക്കൂല. ഇന്ന് നിങ്ങൾ വീടുകൾ എടുത്താൽ അടുത്ത കൊല്ലം പൊളിച്ച് പുതിയത് പണിയാണ്. ഇല്ല, ഇതാ എന്നേക്കും ഔട്ട് ഓഫ് ഫാഷനായി പോവാത്ത രൂപത്തിൽ എന്നേക്കും നല്ല അഴകുള്ള ഒരു വീട് നിങ്ങൾക്ക് കിട്ടി. ഒരാൾക്കും കിട്ടിയതിന് ഒരു തൃപ്തിക്കുറവിന്റെ ചെറിയ ഒരു അംശം പോലുമില്ല. സമ്പൂർണമായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാവരും. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ആ ലോകം എത്ര സന്തോഷകരമാണ്. അപ്പൊ ഇങ്ങനെ ഭാര്യയും മക്കളും ഇവരെല്ലാവരും കൂടെ കൂടിയിരിക്കുക എന്നുള്ളത് സ്വർഗത്തിന്റെ ഒരു സന്തോഷമാണ്. പിന്നെ ബിഹൂരിനീൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രത്യേക കാര്യം, ഹൂർലിങ്ങൾ അഥവാ സ്വർഗീയ തരുണികൾ, ഇവരെ കുറിച്ച് അല്ലാഹു തആല ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സ്വാഫാത്തിയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ബിഹൂരിൻ ഈൻ എന്ന് പറയുന്ന ഇതേ ശബ്ദം. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതേ രൂപത്തിൽ സംസാരിച്ചത് കാണാം. നിത്യകന്യകകളാണ്, അത് ദുന്യാവിലെ സഹോദരിമാരും അങ്ങനെ തന്നെയാണ്. പിന്നീട് സ്നേഹിക്കാൻ അറിയുന്നവരാണ്, സമപ്രായക്കാരാണ്. സ്ത്രീ സൗന്ദര്യം പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളുള്ള സഹോദരിമാരാണ്. അവർ സമപ്രായക്കാരുമാണ്. ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങളിലേക്ക് ഞാൻ കൂടുതൽ കയറിപ്പോകുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറുന്നില്ല. ഒരുപാട് സംഗതികൾ വിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇങ്ങനെ ഒരു ഹൂറുൽ ഈൻ എന്ന ശബ്ദം വിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞതുകൊണ്ട് ഇത് പുരുഷന്മാർക്കുള്ള ആനുകൂല്യമല്ലേ? സഹോദരിമാർക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യമുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാം. ഇത് സാധാരണ ചോദിച്ചു കേൾക്കുന്നതുമാണ്. ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് സഹോദരിമാര് ഇതേക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ എഴുത്തുകൾ നൽകാറുണ്ട്. ഇങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേക സംവിധാനം ഉണ്ടോ? ഖുർആനിലെ ഈ ശൈലി കണ്ടിട്ട് ചിലർ വിശുദ്ധ ഇസ്ലാമിനെ കുതിര കയറുമ്പോൾ ഇത് പറയാനും അവർ മറന്നിട്ടില്ല. പുരുഷ മേൽക്കോയ്മ സ്വർഗത്തിൽ വരെ നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞ് യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ സംസാരിക്കാറുണ്ട്. അവരോട് നമുക്ക് ആദ്യം പറയാനുള്ളത്, ഖുർആനിൽ അത് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ആ സംഗതി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഖുർആനിൽ ഒരിക്കലും സ്വർഗമോ നരകമോ പരിപൂർണമായി പറഞ്ഞിട്ടില്ല. മസല് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന പഴവർഗ്ഗങ്ങളിൽ 2 പഴം പറഞ്ഞു, നഖ്ലും റുമ്മാനും. എന്തെല്ലാം പഴങ്ങൾ കിട്ടും? ഒരു ഉറുമാൻ പഴം ഈത്തപ്പഴം കിട്ടിയതുകൊണ്ട് നമ്മൾ സംതൃപ്തരാവോ? അത് പ്രത്യേകം ഒന്നാണ്ട് പറഞ്ഞു. അത്ര ചെറുതും വലുതുമായ എല്ലാം ഉണ്ട്. ഒരു ചെറിയ പഴവും സാമാന്യം വലിയ പഴവും പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പം ചെറുതും വലുതുമായ എല്ലാ പഴങ്ങളും ഉണ്ട്. ഒരു സാഹിത്യകാരന്റെ ഭാഷയിലാണ് ഖുർആനിനെ വായിക്കേണ്ടത്.
രണ്ട് ധ്രുവങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിലുള്ളത് മുഴുവനും ഉദ്ദേശിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സൗകര്യം അള്ളാഹു സ്ത്രീകൾക്കും ഒരുക്കി കൊടുത്തേക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഖുർആൻ അങ്ങനെ പറയാത്തത് കൊണ്ട് അത് ഉണ്ട് എന്ന് നമ്മൾ തറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ അള്ളാഹു പറയുന്നുണ്ടല്ലോ, മനുഷ്യ മനസ്സുകൾ ആഗ്രഹിക്കുന്ന മുഴുവനും സ്വർഗത്തില് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുമെന്ന് പറയുമ്പോ ആ വിഷയത്തിൽ അസംതൃപ്തി എന്ന് പറയുന്ന ഒന്ന് ഒരിക്കലും സ്വർഗത്തിൽ ആണിനുമില്ല, പെണ്ണിനുമില്ല, ചെറിയവനുമില്ല, വലിയവനുമില്ല, ഒന്നുമില്ല. യഥാർത്ഥത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ്, മുതലാളിയോ തൊഴിലാളിയോ അവനൊക്കെ എല്ലാവരും സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ ആണും പെണ്ണും മുതലാളിയും അതുപോലെ തന്നെ സാധുവും അതൊക്കെ അവിടെ എത്തുമ്പോൾ ഒരേ ലെവലിലാണ്. എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹങ്ങൾ നൽകുന്നു. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയുന്ന ഒരു ശബ്ദമേ പാടില്ല. അങ്ങനെ കുറേ സംഗതികളുണ്ട്, ഒന്നും രണ്ടും അല്ല, ഉദാഹരണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ രണ്ടക്ഷങ്ങൾ പറഞ്ഞിട്ട് എല്ലാം. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ വാഖിയയിൽ തന്നെ അള്ളാഹു പറയുന്നത് കാണാം, ഫീ സിദ്രിൻ മഖ്ദൂദ് വത്വൽഹിൻ മംദൂദ്, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങള്, അതുപോലെ തന്നെ കുലകൾ അട്ടിയട്ടിയായി തൂങ്ങിക്കിടക്കുന്ന വാഴത്തോട്ടങ്ങള്. എന്തേ ഇത് ഇങ്ങനെ പറയാൻ കാരണം? ചെറുതും വലുതുമായ ഇലകളുള്ള എല്ലാ വൃക്ഷങ്ങളും അവിടെ ഉണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. ഇലന്ത മരത്തിന്റെ ഇല വളരെ ചെറുതാണ്, വാഴയുടെ ഇല വളരെ വലുതാണ്. അപ്പൊ ഈ ചെറുതും വലുതുമായ ഒരു സസ്യലോകം മുഴുവനും, സമ്പൂർണമായ സസ്യലോകം, നമ്മുടെ ആവശ്യത്തിനുള്ളത് മുഴുവനും അവിടെ ഉണ്ടാകും. ഇങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്. അല്ലാതെ രണ്ട് ഇലന്തമരവും രണ്ട് വാഴത്തോട്ടവും ഇതുകൊണ്ട് മാത്രമല്ല ഒതുക്കാൻ പാടില്ല സ്വർഗം. അങ്ങനെ ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം, ഇത് കേട്ടൊരാൾ സംവിധാനിച്ച ഇതാ സ്വർഗം, ഖുർആൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നു, പാർക്ക്, ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നതില് ഒരർത്ഥവുമില്ല. കാരണം ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗവും നരകവും പറഞ്ഞു തീർക്കാൻ കഴിയോ? ഖുർആൻ അങ്ങനെ എല്ലാം സ്വർഗത്തിലുള്ള മുഴുവൻ അങ്ങ് പറയാനൊരുങ്ങിയാൽ തീരുവോ? ഇല്ല. കാരണം ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. സ്വർഗത്തിൽ ഒരു കണ്ണും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിൽ ഇന്നുവരെ ഉദിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് കേട്ടോ സ്വർഗത്തിലുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, എന്റെ കുട്ടിയില്ലാതെ എനിക്ക് ഈ സ്വർഗ സുഖങ്ങളൊക്കെ ആസ്വദിക്കുന്നതിനൊരർത്ഥമില്ല. അപ്പൊ അല്ലാഹു തആല അവർക്ക് പ്രമോഷൻ നൽകുന്നു. യുൽഹിഖുഹും ബിആബാഇഹിം, എന്തിന്? ലിതഖറ അഅ്യുനുൽ ആബാഇ ബിൽ അബ്നാ, മാതാപിതാക്കളുടെ ഹൃദയം, കണ്ണുകള് ഈ മക്കളെ കണ്ട് കുളിരണിയണം. ലിതഖറ അഅ്യുനുൽ ആബാഇ ബിൽ അബ്നാഇ ഇൻദഹും ഫീ മനാസിലിഹിം ബിഅൻ യർഫഅ നാഖിസൽ അമലി ബികാമിലിൽ അമലി. അപ്പൊ അമല് കുറഞ്ഞവനെ അല്ലാഹു അങ്ങ് പൊക്കി കൊടുക്കുകയാണ്. ആരോട്? അമല് സമ്പൂർണമായ ആളുടെ ഗ്രേഡിലേക്ക്. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അല്ലാഹു പ്രമോഷൻ നൽകുന്നു. എന്തിന്? വാപ്പാന്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി മകൻ അല്ലാഹു കൊടുക്കുന്ന ഇത് വലിയ അവസരമാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തി തരട്ടെ. ഇതാണ് ഖുർആൻ പറയുന്നത്, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ. അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരോട് അവരുടെ സന്താനങ്ങളെ നാം ചേർക്കുന്നതാണ്. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. എന്നാൽ ആ വാപ്പമാരുടെ അമലിൽ നിന്ന് മകനെ അങ്ങോട്ട് പൊക്കുമ്പോ മകൻ അങ്ങോട്ട് പൊക്കാൻ അർഹനല്ല. എന്നാലോ വാപ്പാനെ മകനും വേണ്ടി ഇങ്ങോട്ട് താഴ്ത്താനും പറ്റൂല. അപ്പൊ വാപ്പാനെ പകുതിക്ക് താത്തി മകനെ പകുതിയൊക്കെ പൊക്കുകയും ചെയ്തു. ഇങ്ങനെയല്ല. വാപ്പാന്റെ അമല് കുറക്കോ? ആ വാപ്പമാരുടെ അമലുകളിൽ നിന്ന് സകല അമല് പോലും നമ്മൾ മൈനസ് ചെയ്യില്ല, ചുരുക്കുകയില്ല. അള്ളാഹു പറയുന്നു അതവിടെ ഉണ്ടാകും. അപ്പോ പൂർണ്ണമായും മകൻ അങ്ങോട്ട് പ്രമോഷൻ നൽകും. ഇവിടെ ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കുറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ഈ സദസ്സിൽ പ്രത്യേകിച്ച് വളരെ ഗൗരവത്തോടുകൂടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിതെന്ന് പറഞ്ഞു. നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ കിട്ടുന്നത്. മക്കളെ നാളെ
സുഖലോക സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് തരിക എന്നുള്ളത്. പക്ഷെ മക്കളോട് ഞാൻ പറയുന്നു, വാപ്പയും ഉമ്മയും നല്ല ആളുകളാണെന്ന് കരുതി നിങ്ങൾ സമാധാനത്തിലിരിക്കേണ്ട. സ്വർഗത്തിൽ കടക്കാനുള്ള അമല് നിങ്ങളെ കയ്യിലുണ്ടെങ്കിലേ ഈ പറഞ്ഞ ആനുകൂല്യം കിട്ടൂ. ഒന്ന്, പിന്നെ വാപ്പ പിടിച്ച കൊടിയും വാപ്പ പ്രവർത്തിച്ച പാർട്ടിയും വാപ്പ വിളിച്ച മുദ്രാവാക്യവും അത് മറക്കണ്ട. ആദർശം വിട്ട് കളിച്ചാൽ പിന്നെ ഈ ആനുകൂല്യം ഒന്നുമില്ല. ആദർശം വിട്ട് കളിച്ചാൽ ഈ ആനുകൂല്യമൊന്നുമില്ല. വാപ്പ അള്ളാഹുവിന്റെ റസൂലിനെ ആദരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ മകനങ്ങ് തലതിരിഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ അവന്റെ കണ്ണിൽ സാധാരണ മനുഷ്യനാണ്. അവൻ ബിദ്അത്തുകാരുടെ ആലയങ്ങളിലേക്ക് ചേക്കേറുന്നു. ബിദ്അഈ ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഇത്തരം ചെറുപ്പക്കാര് കരുതിക്കോ, വാപ്പയും ഉമ്മയും രക്ഷപ്പെട്ടതുകൊണ്ട് പോലും നിങ്ങൾ രക്ഷപ്പെടില്ല. അതേസമയം വാപ്പ പ്രവർത്തിക്കുന്ന അതേ പാർട്ടിയിൽ, അതേ ആദർശത്തിൽ, അതേ മുദ്രാവാക്യം വിളിച്ച്, അതേ കൊടി പിടിച്ച് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് വലിയ അനുഗ്രഹമുണ്ട്, വലിയ സൗഭാഗ്യമാണ് നിങ്ങൾക്കുള്ളത്. വാപ്പയെപ്പോലെ തന്നെ അമലിലും മുന്നേറാൻ നോക്കുക. ആ വാപ്പയെപ്പോലെ അമലിലും മുന്നേറാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഈമാൻ വിട്ട് കളിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവരുത്. വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. എന്തിനെ ഇത് പറഞ്ഞത്? ശേഷം പറയുന്നു, എന്നാൽ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ, ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചുണ്ടാക്കി വച്ചതിന് പണയമാകുന്നു. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ, ഓരോ മനുഷ്യരും അവന്റെ അധ്വാന ഫലത്തിന് പണയപ്പെട്ട് കിടക്കുകയാണ്. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. എന്തുകൊണ്ട് പറയേണ്ടി വന്നു? ബാപ്പനെ കൊണ്ട് നമ്മൾ എന്തായാലും രക്ഷപ്പെടും, നമ്മൾ എന്തായാലും രക്ഷപ്പെടും എന്നുള്ള ആ ഉറപ്പിൽ, ഈമാൻ ഉണ്ടെങ്കിൽ വാപ്പാന്റെ ഒപ്പം പോകാന്നുള്ള ഉറപ്പിൽ നിൽക്കണ്ട. കാരണം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ആ ദുഷ്കർമ്മങ്ങൾ മുന്നോട്ട് നിൽക്കുന്നുണ്ടോ സൽക്കർമ്മങ്ങളെക്കാൾ? ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം പോരാ, 10,000 50,000 ആണ്ടുകള് നിങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരും. കാരണം ഓരോരുത്തരും നരകത്തിൽ നിന്നങ്ങ് മോചിതനാകണമെങ്കിൽ നിന്റെ നഫ്സ് നരകത്തിൽ പണയപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്ന് മോചിതനാവണമെങ്കിൽ ആ ശിക്ഷയുടെ തോത് കഴിയുമ്പോഴേ, നിങ്ങളുടെ തിന്മയുടെ തോത് കണ്ട് ശിക്ഷിക്കുമ്പോഴേ നിങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോചിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഇത് കേട്ട് തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയാനാണ്. തെറ്റുകൾ, തിന്മകൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഇതൊക്കെ മഹാന്മാർ ഈ നിലക്ക് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തുകൾക്കൊക്കെ വേറെയും മാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളായി പറയുന്നത് കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഇത് തന്നെ അല്ലാഹു തആല മറ്റു സ്ഥലങ്ങളിൽ വേറെ ശബ്ദങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈമാനും തഖ്വയുമില്ലെങ്കിൽ നരകത്തിൽ നിന്നങ്ങ് രക്ഷപ്പെടുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ പണയത്തിൽ വെച്ചിരിക്കാൻ. ഇനി എന്തു ചെയ്യണം? നീ അതിൽ നിന്ന് മോചിതനാവണോ? അമലു സാലിഹാത്തുകള് മോചിതമാകണമെങ്കിൽ നിങ്ങൾ അത് കൃത്യമായി തെറ്റാതെ പേ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഓരോ അടവും അങ്ങനെ ചെന്നുകൊണ്ടിരിക്കണം. അപ്പോഴേ ലാസ്റ്റ് ഇങ്ങോട്ട് വിട്ടുതരുള്ളൂ. എന്നതുപോലെ സാലിഹായ കർമ്മങ്ങളെ കൊണ്ട് മാത്രമാണ് നിനക്ക് മോചനം എന്ന പാഠവും കൂടെ ഇതിലുണ്ട് എന്നൊരു മഹാൻ വിശദീകരിച്ചിട്ടുണ്ട്. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി, ചിന്തിച്ചോ, ജീവിതത്തിൽ കൂത്താടി നടക്കണ്ട. ഇപ്പൊ ഈ 2 ആയത്തുകളിൽ നമ്മൾ എന്താ പഠിച്ചത്? സ്വർഗത്തിലെ സുഖം പരിപൂർണമാകണമെങ്കിൽ ഇണകളൊപ്പം വേണം, ഭാര്യ ഭർത്താക്കന്മാരൊന്നിക്കണം, മക്കളും ഒന്നിക്കണം. ആ മക്കളും ഭാര്യയും ഒന്നിക്കുമെന്ന് സൂറത്തുർ റഅദില് വളരെ വ്യക്തമായി അല്ലാഹു പറഞ്ഞു. ഇത് മാത്രമോ? ആ മക്കള്, ഈ കുടുംബം നല്ല നിലക്ക് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായി ജീവിക്കുന്ന കുടുംബം സ്വർഗത്തിൽ ഇവരെ ഒന്നിപ്പിക്കണേ പടച്ചോനെ എന്ന് നിരന്തരം വാനലോകത്ത് നിന്ന് മാലാഖമാരിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന
ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് അതിന് പറ്റുന്ന വീടാണോ? ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റുന്ന പൊരയാണോ നമ്മളെ പൊരാന്നുള്ള ഒരു ചെറിയ ചിന്ത. ഇന്ന് മലക്കൾ ദ്വാരക്കുന്നാണ്. ഏത് നേരം വെളുത്താ വാപ്പ എഴുന്നേറ്റ് നിസ്കരിക്കും. പക്ഷെ അങ്ങേ പുറത്ത് അങ്ങേ റൂമിലുണ്ട് ഒരുത്തൻ കിടക്കുന്നു, 30 വയസ്സായിട്ടുണ്ട്, 24 വയസ്സായിട്ടുണ്ട്, വേറൊന്നിന് 18 വയസ്സായിട്ടുണ്ട്, ഒറ്റ എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മക്കൾ നിങ്ങളെ കൂടെ ഉണ്ടാകുന്ന ആളെ സ്വർഗത്തിൽ? ഈ ഭാര്യയെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടുമെന്ന് കരുതിയോ? അല്ലെങ്കിൽ ഭാര്യ നേരം വെളുത്താൽ എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിക്കുന്നുണ്ട്, ഭർത്താവ് ഉച്ചക്കാണ് കുളിക്കുന്നത്, അല്ലെങ്കിൽ 8 മണിക്ക് ജോലിക്ക് പോകാനാകുമ്പോഴാ കുളിക്കുന്നത്, എഴുന്നേറ്റിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആരാണോ അമലിൽ പിന്നിലെങ്കിൽ ശബ്ദിച്ചോ, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയില്ല. ഈ മക്കളും നിങ്ങളുടെ കുടുംബവും നാളെ ഒരുമിക്കണോ? ആണിനോടും പെണ്ണിനോടും ആ പറയുന്നു. കുടുംബവും മക്കളും നാളെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കണോ? മലക്കേക്ക് ദ്വാരക്കാൻ പറ്റിയ ഒരു കുടുംബമായി മാറണം. മലക്കൾ ദ്വാരക്കുന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. എവിടെയാ പറഞ്ഞത്? മലക്കുകൾ ദുആ ചെയ്യും. എന്താ ദ്വാരക്ക? പടച്ചോനെ, എന്തൊരു നല്ല കുടുംബം! ഈ വീട്ടിലിതാ എല്ലാവരും സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ എഴുന്നേറ്റു. വാപ്പ പള്ളിക്ക് പോകുമ്പോ മോനും വിളിക്കാ, മോനെ വാ. ജമാഅത്തിന് മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മരുമക്കളോടൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നു. വീട്ടിലെ പെണ്ണുങ്ങളോടൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറയുന്നു. ഇശാ മഗ്രിബിന്റെ ഇടയിൽ അനാവശ്യ ചിത്രങ്ങളുടെ മുമ്പിലിരിക്കാൻ വാപ്പ അയക്കുന്നില്ല കുടുംബനാഥൻ. എല്ലാവരും ഖുർആൻ എടുത്ത് ഓത്, സ്വലാത്ത് ചൊല്ല്, ദിക്റ് ചൊല്ല്. നല്ല ഒരു ചുറ്റുപാടിലാ വളരുന്നത്. അതേ മക്കളുടെ അടുത്ത് ഇസ്ലാമിക വിരുദ്ധമായ എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പ ഉണർത്തി. ഇങ്ങനെയുള്ള ഒരു മക്കളെ കാണുമ്പോൾ ഉമ്മ നല്ല മട്ടത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവനും മറച്ചാണ് ഉമ്മ പോകുന്നത്. പക്ഷേ ഉമ്മാന്റെ പിന്നാലെ അതാ 18 വയസ്സുള്ള 20 വയസ്സുള്ള മോള് വരുന്നത്. പകുതി ഭാഗം മറക്കാതെയാണ്, ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ്. ആ കുടുംബത്തിലേക്ക് നോക്കിയിട്ട് ഈ ഉമ്മാനെയും മോളിൽ നീ ഒന്നിപ്പിക്കണേന്ന് അള്ളാഹുവിന്റെ മാലാക്കമാര് ദ്വാരക്കൂല. അപ്പൊ അതിന് പറ്റുന്ന ഒരു കുടുംബാകണം. മലക്കൾ അങ്ങനെ ദ്വാരക്കുവോ? ദ്വാരക്കും. അങ്ങനെ സ്വാലിഹീങ്ങളായി ജീവിച്ച സ്വർഗത്തിൽ എത്താന്ന് സൂറത്തുർ റഅദിൽ പറഞ്ഞു. നമ്മൾ പഠിക്കുന്ന സൂറത്തു തൂറിൽ അല്ലാഹ് പറഞ്ഞു എത്തിച്ചു തരും. ഇനി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, മലക്കുകൾ ദുആ ചെയ്യും. സൂറത്തുൽ ഗാഫിറിന്റെ 8-ാമത്തെ ആയത്തിൽ റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിനില്ലത്തി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ആരാ ഇത് ദ്വാരക്കുന്നത്? അതിന്റെ മുമ്പ് പറയുന്നത് അർശിനെ വഹിക്കുന്ന മലക്കുകളുടെ കഥയാണ്. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ് ആ മലക്കുകൾ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. എല്ലാ വസ്തുക്കൾക്കും നിന്റെ ഇൽമും നിന്റെ സ്നേഹവും നിന്റെ അറിവും നിന്റെ കാരുണ്യവും വിശാലമാണ് അല്ലാഹ്. എല്ലാ വസ്തുക്കളിലും നിന്റെ കാരുണ്യവും നിന്റെ വിശാലമായ അറിവും കാരുണ്യവും എത്തുന്നുണ്ട്. നീ അറിയാത്തതൊന്നുമില്ല, നീ കരുണ കാണിക്കാത്തതൊന്നുമില്ല പടച്ചവനെ. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന തബൂ, തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക, നിന്റെ യഥാർത്ഥ വഴിയെ അനുധാവനം ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണം. വഖിഹിം അദാബൽ ജഹീം, അവരെ നരകശിക്ഷയെ തൊട്ട് കാത്തുകൊടുക്കണം. പോരാ, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിനില്ലത്തി വഅദ്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത ആ ശാശ്വത സ്വർഗീയ ആരാമങ്ങളിൽ നീ അവരെ കടത്തണം. അവരെ മാത്രം കടത്തിയത് കൊണ്ട് അവരുടെ മനസ്സ് തെളിയൂല. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, ഈ വീട്ടിൽ വാപ്പയും നല്ലവരാ, ഉമ്മയും നല്ലവരാ, കുട്ടികളും നല്ലവരാ. പടച്ചോനെ, ഈ കുടുംബത്തെ മുഴുവനും ജന സ്വർഗത്തിലാക്കി കൊടുത്താളാം. അർശിനെ വഹിക്കുന്ന മാലാഖമാര് വാനലോകത്ത് വെച്ച് ഭൂനിവാസികൾക്ക് വേണ്ടി ദ്വാരക്കുന്നു. സുഹൃത്തെ, ഒന്നും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്ക. ഇശാ മഗ്രിബിന്റെ ഇടയില് ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച റിയാലിറ്റി ഷോകൾ ഓടുന്ന എന്റെ വീട്ടില് പടച്ചോനെ, മലക്കൾ എന്റെ വീട്ടിലേക്ക് നോക്കി എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത് എന്നൊന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്ക. സുബഹി ഞാൻ മാത്രം എഴുന്നേറ്റ് നിസ്കരിച്ചു, ഞാൻ ഖുർആൻ ഓതി. എൻ്റെ വീട്ടിൽ വെളിച്ചുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് അറകളിൽ അന്ധകാരമാണ്, ഇരുട്ടാണ്. പടച്ചോനെ, എൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ പ്രാർത്ഥന മലക്കുകൾക്കില്ലല്ലോ. ഒന്ന് വേദനപ്പെടു സഹോദരാ.
ഇന്നെങ്കിലും ഈ നോവ് ഹൃദയത്തിനേറ്റിട്ട ഇന്ന് തന്നെ തീരുമാനമെടുക്ക. നാളെ മുതൽ എന്റെ വീട്ടില് എന്റെ ചോറ് തിന്നുന്ന ഒരൊറ്റ കുട്ടിയും ബഹിഷ്കരിക്കാതെ ഞാൻ കിടന്നുറങ്ങാൻ അനുവദിക്കില്ല എന്ന ഒരു തീരുമാനം ഈ വഅദിന്റെ വേദിയിൽ നിന്ന്, ഈ പ്രഭാഷണ വേദിയിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടേ തിരിച്ചു പോകാവൂ. സഹോദരന്മാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇതാവട്ടെ നമ്മുടെ വിജയം. എന്തൊക്കെയായി സൂറത്തു തൂറിലും സൂറത്തു റാദിലും അല്ലാഹ് പറഞ്ഞു, സാലിഹ്യങ്ങളായ കുടുംബത്തെ അല്ലാഹു സ്വർഗത്തിൽ ഒന്നിപ്പിക്കുന്നു. സൂറത്തു ഗാഫിറിന്റെ 8-ാമത്തെ ആയത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു, മാലാഖമാർ ഇത്തരം കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അതാ നിങ്ങൾ നിരന്തരം ഈ സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നു അല്ലാഹു. അതെവിടെ? സൂറത്തുൽ ഫുർഖാനിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. റമളാൻ മാസത്തിൽ 4 ജില്ലകളിലായി നാം നടത്തിയ റമദാൻ പ്രഭാഷണത്തിൽ ഞാൻ ഈ വർഷം അവതരിപ്പിച്ചിരുന്നത് ഇബാദുർ റഹ്മാനാണ്. അള്ളാന്റെ അടിമകളാവണമെങ്കിൽ ഉണ്ടാവേണ്ട 12 ഗുണങ്ങൾ. അതിൽ 30 സീഡികളാണ് 15 ദിവസം 4 ജില്ലകളിലായിട്ട് നമ്മൾ വിഷയം അവതരിപ്പിച്ചു. ആ 30 സീഡികളും നിങ്ങൾ വാങ്ങി കേൾക്കണം. SOS പുറത്തിറക്കിയതാണ്. അതിലൊരു ദിവസം പ്രസംഗിച്ചത് ഈ ആയത്തിന്റെ വിശദീകരണ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ. ഇത് പറയുന്നത് ദുന്യാവിലും ആഖിറത്തിലും റബ്ബേ ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങൾക്ക് സന്തോഷം തരണേ, ഞങ്ങൾക്ക് കൺകുളിർമ തരണേ എന്ന് പറഞ്ഞ പരമാനന്ദം, ഞങ്ങളെ കണ്ണിന് തണുപ്പ് തരണേ അല്ലാ. ഇത് ദ്വാരക്കാൻ നമ്മൾ നിർബന്ധിതരാ. രാവിലെ പത്രം എടുത്ത് ഇങ്ങനെ മറച്ചു നോക്കിയാൽ ഭാര്യ ചാടിപ്പോയ കേസുകൾ, മക്കള് വേറെ അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങിപ്പോയ കേസുകൾ, എന്നിട്ട് കോടതി മുറ്റത്തിട്ടിട്ട് മാപ്പനെയും ആങ്ങളമാരെയും കയ്യൂക്കുള്ള ആങ്ങളമാരെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഉളുപ്പില്ലാത്ത പെൺകുട്ടി, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ദ്വാരക്കണം, പഠിച്ചോനെ എൻ്റെ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു ഗതികേട് വരരുത്, മക്കളെ കൊണ്ട് തല നിവർത്തി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ടാ പറഞ്ഞത് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. 2 പ്രാർത്ഥന മുഅ്മിനീങ്ങൾ വിടാൻ പാടില്ല. ഒന്ന് ഇന്നലെ പറഞ്ഞു റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം എന്ന് പറഞ്ഞ പ്രാർത്ഥന. ഇന്ന് റബ്ബനാ ഹബ് ലനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ വെറുതെ തരണം, നീ തന്നെങ്കിൽ തന്നെ അത് കിട്ടൂ. മക്കളും കുട്ടികളും നന്നാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളെ മക്കളിലും ഞങ്ങളെ കുട്ടികളിലും ഞങ്ങൾക്ക് നീ തരണം. ഖുർറത അഅ്യുനിൻ, ഞങ്ങൾക്ക് കണ്ണുകൾക്ക് തണുപ്പ് നൽകണം. കണ്ണിന് തണുപ്പ് കിട്ടലെപ്പോഴാ? അവരിൽ നല്ലത് കാണുമ്പോൾ. അവരെക്കുറിച്ച് നല്ലത് മാത്രമേ ഞങ്ങളെ ചെവിയിൽ കേൾപ്പിക്കാവൂ, നല്ലത് മാത്രമേ പടച്ചോനെ ഞങ്ങളെ കണ്ണിൽ കാണിക്കാവൂ. മക്കള് പറയിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. മഹാന്മാർ വിശദീകരിക്കുന്നു ഫി ദുനിയാ വൽ ആഖിറ, 2 ലോകത്തും. അപ്പോ ദുനിയാവിൽ മാത്രം പോരാ, നാളെ ആഖിറത്തിലും നമുക്കിത് വേണം. അപ്പൊ അവിടെ ഒന്നിരിയുള്ള പ്രാർത്ഥനയുമുണ്ട്. എന്നിട്ട് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, നാട്ടിലുള്ള ഭക്തന്മാർക്ക് ഞങ്ങളെ ഇമാമാക്കി തരണം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള മുത്തഖീങ്ങൾക്ക് പോലും പിന്തുടർന്ന് ജീവിക്കാൻ പറ്റുന്ന മാതൃകായോഗ്യരാക്കി ഞങ്ങളെ മാറ്റണം. ഇത് ഏതല്ല, സ്വയം പൊങ്ങുകയല്ല, അള്ളാഹുവിനോട് എന്നെ നീ നേതാവാക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല, മറിച്ച് എന്നെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി തരണം എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങൾക്ക് പോലും എന്നെ കണ്ടു ജീവിക്കാൻ പറ്റുന്ന മാതൃക എന്നിൽ ഉണ്ടാക്കി തരണമെന്ന് ദ്വാരക്കാണ്. അത് ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്ന് പ്രാർത്ഥിച്ചത്. പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി തരണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നെ പറ്റി നല്ലത് പറയുന്ന കണ്ടോ നിങ്ങൾ? ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞു വഇദ്ബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഞാൻ നടത്തിയ ഉത്തരവുകളിലൊക്കെ നിങ്ങൾ വിജയിച്ചതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളിലെയും അഗ്നി പരീക്ഷണങ്ങളെയും നിങ്ങൾ ജയിച്ചടക്കിയത് കൊണ്ട് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങളെ ഞാൻ ആഗോള ലീഡറാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി പറയുന്നത് കണ്ട നിങ്ങൾ? ഖാലവ മിൻ ദുരിയത്തി, ഇബ്രാഹിം നബിക്കറിയാം ഞാൻ മാത്രം നേതാവായത് കൊണ്ട് കാര്യമില്ല, ഞാൻ മാത്രം നല്ല ആളങ്ങായി സൂപ്പർമാനായി മാറി അതുകൊണ്ട് കാര്യമില്ല, എൻ്റെ മക്കളിലും വേണം നല്ലവര്. അതുകൊണ്ടാണ് ഏതൊരു വാപ്പക്കും നേരത്തെ പറഞ്ഞ സോക്കേട് മനുഷ്യ സഹജ. ഏത് അയൽക്കാരൻ നന്നാണ് കൂട്ടുകാരൻ നന്നാകുന്നത്,
ഒരുമിച്ച് പഠിച്ച ആൾ നന്നാകുന്നത് ഇതൊന്നും ആർക്കും പറ്റൂല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അതിൽ പറ്റുന്ന ഒന്നുണ്ട് എന്നാ, അതെന്താ? സ്വന്തം മക്കൾ നന്നാവുക. സ്വന്തം മക്കൾ തന്നെക്കാൾ വലുതാകുന്നതിൽ ഏതു വാപ്പക്കും സന്തോഷമേ ഉണ്ടാവുള്ളൂ. അതും റബ്ബന ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്യുൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മക്കൾ നന്നാവുന്നതിൽ ഞാപ്പഞ്ഞ് കള്ളുടിയനാണ് നോക്കുക, എന്നാലും സ്വന്തം കുട്ടി നന്നാകുന്നതിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, ഇതൊക്കെ മനുഷ്യ സഹജാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത് മിൻ ദുരിയ്യത്തി, എന്നെ മാത്രം നന്നാക്കിയാൽ പോരെ, എൻ്റെ കുടുംബത്തെയും നന്നാക്കണം, എൻ്റെ കുട്ടികളെ നന്നാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഗോള നേതാക്കളെ കുട്ടികളിൽ നിന്നും നൽകി. അതാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരാ, ഈ ദുആക്ക് നമ്മൾ അർഹരാണോ ചിന്തിക്കണം. മാലാക്കമാര് ദ്വാരക്കാൻ പറ്റിയവരാണോ നമ്മളിത് ദുആ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ വഅംദദ്നാഹും ബിഫാകിഹ, അവർക്ക് നാം ധാരാളം നൽകി, വിശാലമായി കൊടുത്തു. വഅംദദ്നാഹും, ധാരാളം അവർക്ക് നാം കൊടുത്തു. ബിഫാകിഹത്തിൻ, എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും, വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ, മാത്രമല്ല അവരിച്ഛിക്കുന്ന മാംസവും, അവർ കൊതിക്കുന്ന മാംസം. വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞു വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസം കൊടുക്കും നമ്മൾ അവർക്ക്. പക്ഷിമാംസത്തിനൊരു പ്രത്യേക നിലവാരമുള്ളത് കൊണ്ടാണ് അത് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്കെന്തായാലും പക്ഷിമാംസം മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഒരു വിചാരം, പക്ഷിമാംസം മാത്രമേ ഉണ്ടാവുള്ളൂ സ്വർഗത്തിൽ. എന്നാൽ അങ്ങനെ മലപ്പുറത്തുകാരായ നമ്മൾക്ക് എന്തായാലും ചടപ്പായിരിക്കും. കാരണം നമുക്ക് പോത്തുണ്ടെങ്കിൽ തന്നെ സമാധാനമാവുള്ളൂ, കാരണം അത് കിട്ടിയെങ്കിലേ റാഹത്താവുള്ളൂ. കോഴി ആർക്ക് വേണം എന്നുള്ള അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. പക്ഷിമാംസത്തിന് അതിൻ്റെ നിലവാരമുണ്ട്. പിന്നെ അതില്ലാതെ പോയത് യഥാർത്ഥത്തിൽ ഈ 40 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഈ കോഴികൾ വന്നതോടുകൂടിയാണ് കോഴിയുടെ നിലയും വിലയില്ലാതെ ആയത്. നാടൻ കോഴിയാണെങ്കിൽ ഇപ്പോഴും അതിന് നിലയും വിലയുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ എന്തും ഉണ്ടോ? ഉണ്ട്. ചിലർക്ക് പക്ഷിമാംസം താല്പര്യം ഉണ്ടാകൂല, മറ്റേതല്ലേ താല്പര്യം ഉണ്ടാകുക. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടവന് ഏതാണോ അപ്പം ഇഷ്ടപ്പെടുന്നത് അതങ്ങ് കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്നെല്ലാം ഇഷ്ടപ്പെടും, എന്നാലും ഓരോ സമയത്തും വിവിധങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഒന്ന് ഒട്ടകം, ഒന്ന് പോത്ത്, ഒന്ന് ആട്, ഒന്ന് കോഴി, ഒന്ന് കാട, എന്താഗ്രഹിച്ചാലും ശരി എല്ലാം കിട്ടുമെന്നതിന് തെളിവായിട്ട് ഇമാം റാസി പറയുന്നു വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. അള്ളാഹു തന്നെ പറയുന്ന, അവര് കൊതിക്കുന്ന മാംസമുണ്ട്. ഈ മാംസത്തിന് അവിടെ ഇതൊക്കെ ഒരു പ്രത്യേക രൂപത്തിൽ ഉൽപ്പാദിപ്പിക്കുകയാവാം അല്ലാഹു. ഹദീസുകളിൽ കാണാം, തേനുണ്ട്, തേനരുവികളുണ്ട്, അതുപോലെ തന്നെ ശുദ്ധജലത്തിന്റെ നദികളുണ്ട്, അതേ രൂപത്തിൽ പാലാറുകളുണ്ട്. ഇങ്ങനെ സൂറത്ത് മുഹമ്മദിൽ തന്നെ അല്ലാഹു അതാ പലതരത്തിലുള്ള നദികളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്, തേൻ കിട്ടുന്നുണ്ട്, പക്ഷേ തേനീച്ചയുടെ വയറ്റിൽ നിന്നല്ല. അതിനേക്കാൾ ശുദ്ധമായതും ടേസ്റ്റുള്ളതും അതിനേക്കാൾ ഗുണമൊത്തതുമാണ്, അതാണ് നൽകുന്നത്. അതേ പാല് കിട്ടുന്നുണ്ട്, പക്ഷേ അതൊരു മൃഗത്തിന്റെ മുലയിൽ നിന്ന് കറന്നെടുക്കുന്നതല്ല. അതൊക്കെ ഇങ്ങനെ ഉറവയായിട്ട് ഒഴുകുകയാണെന്ന് ഹദീസിൽ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാംസവും മറ്റുമൊക്കെ ഇതേ രൂപത്തിൽ അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താ വേണ്ടതെങ്കിൽ അത് പ്ലേറ്റിൽ റെഡിയായി നമ്മുടെ മുമ്പിൽ എത്തിക്കുകയാവാം, ഒരു കുഴപ്പവുമില്ല. അതേസമയം പക്ഷികൾ അവ പറന്ന് നടക്കുന്നുണ്ട്, അവയെ കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അതങ്ങനെ തന്നെ പൊരിഞ്ഞ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്ക് ഇങ്ങ് കിട്ടുന്നു. ഒരുപാട് പറയാനുണ്ട് അതേക്കുറിച്ചൊക്കെ, പക്ഷേ നമുക്ക് നാളെയും കൂടെ സമയമുള്ളൂ. അങ്ങോട്ട് കടക്കുമ്പോഴേക്ക് സമയം വൈകിപ്പോകോ എന്ന പേടി കൊണ്ട് ആ വിശദീകരണത്തിൽ നിന്ന് തൽക്കാലം ഞാൻ ഒഴിഞ്ഞു മാറുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇല്ല കോയിപ്പാട്സുകളോ അല്ലെങ്കിൽ മറ്റു പാട്സുകളോ ഇതിന്റെ നാറ്റമൊന്നും സ്വർഗത്തിലുണ്ടാവില്ല. എല്ലാം കൊണ്ടും സുഖകരമായ ലോകമാണ് സ്വർഗം.
മനസ്സിന് വെറുപ്പുള്ള ഒരു കാര്യവും അവിടെ ഇല്ല. മനസ്സിന് ഇമ്പമുള്ള എല്ലാം സ്വർഗത്തിലുണ്ട്. ഇത് തന്നെയാണ് കേട്ടോ സ്വർഗം. വലഹ്മിൻ മിമ്മാ യസ്തഹൂൻ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിലെ ആവേശം കാണിക്കുന്നത് ഹദീസിൽ നിന്ന് വായിക്കേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ നമ്മൾ വായിക്കുമ്പോഴേക്ക് ഇന്ന് നമ്മൾ എവിടെയും എത്തില്ല, ഓതി വെച്ച ഭാഗത്തേക്ക് എത്തിക്കണമെന്നുണ്ട്. വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അതേ, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, പഴങ്ങളുണ്ട്, പൊരിച്ച മാംസമുണ്ട്, ചുട്ട മാംസമുണ്ട്, എന്താ വേണ്ടതെങ്കിൽ കിട്ടും. പക്ഷേ അത് ഞൊടിയിട കൊണ്ട് എത്തിച്ചു തരാൻ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളതുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ നല്ല ആവേശഭരിതരായ സപ്ലയർമാരുണ്ടോ? ഉണ്ട്. അതാണ് അല്ലാഹു പറയുന്നത്, വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും. അവർക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗീയ പയ്യന്മാര് അവരുടെ മേലിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്, ചുറ്റിക്കറങ്ങും. വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അതേ, അവര് ചിപ്പിക്കകത്തൊളിപ്പിച്ച മുത്താണോ എന്ന് തോന്നിപ്പോകും. ചിപ്പിക്കകത്തുള്ള മുത്തിന് വല്ലാത്ത അഴകാണ്, വല്ലാത്ത തിളക്കമാണ്, അതേ സൗന്ദര്യമാണ്. ഇവർക്ക് ഒരേ വസ്ത്രം ധരിച്ച് ഒരേ കോലത്തിലുള്ള സുന്ദരന്മാരായ വൃത്തിയുള്ള ഒരഴുക്ക് പോലും പുരളാത്ത മക്കള് അവരിങ്ങനെ ഓടി നടന്ന് വേണ്ട സേവനങ്ങൾ ചെയ്യുമ്പോൾ അത് കാണാൻ വലിയ ഹരമാണ്. കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അതെ, ഏതു സമയത്തും അവർ ജാഗ്രത പുലർത്തി നിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും പല പരിപാടികളിലും ചെന്ന കല്യാണത്തിന് ചെന്നാൽ സപ്ലയർമാർ സജീവല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭ്രാന്ത് കടിക്കും. എപ്പോൾ ചോദിച്ചൊരു ഗ്ലാസ് വെള്ളം എപ്പോഴാ കൊണ്ടുവന്ന് തരുന്നതെന്ന് പറയും. ചിലപ്പോൾ ഒരു മിനിറ്റ് ആകണേ ഉണ്ടാവുള്ളൂ, ക്ഷമല്ലേ നമുക്ക്. എന്നാലോ സ്വർഗത്തിന് ഇങ്ങനെയൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കേട്ടോ, സ്വർഗത്തിലെ ഏറ്റവും ചെറിയൊരു സൗകര്യക്കാരനെ പറ്റി നബി പറയാം, ഇന്നാദിനാഹിലിൽ ജന്നത്തി മൻസില. സ്വർഗനിവാസികളിൽ ഏറ്റവും ചെറിയ ഗ്രേഡിലുള്ളവൻ, താണ ഗ്രേഡിലുള്ളവൻ, മയ്യുനാദിൽ ഖാദിമ മിൻ ഖുദ്ദാമിഹി. അവന്റെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരു ഖാദിമിനെ അവൻ വിളിക്കും. ഫയുജീബു അൽഫും ബിബാബിഹി. അവന്റെ ഖാദിമീങ്ങൾ അവന് വേണ്ടി സർവ സമയത്തും ജാഗ്രത പുലർത്തി ഇങ്ങനെ അവൻ എപ്പോ വിളിക്കുന്നോ ചെല്ലാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞമ്മക്കായിട്ട് കുറെ കുട്ടികൾ, ഞമ്മക്കായിട്ട് കുറെ സജീവ സപ്ലയർമാർ ഓടി നടക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പൊ എപ്പോഴാണോ ഈ സ്വർഗാവകാശി മോനെ വാ എന്നൊരൊറ്റ ഖാദിമിനെ അങ്ങ് വിളിക്കുമ്പോഴേക്ക് ഫയുജീബുഹു അൽഫും ബിബാബിഹി ലബ്ബൈക ലബ്ബൈക. അവന്റെ വാതിലിലപ്പോ വായുന്നതാണ് വീഴില്ല, അപ്പോഴേക്ക് വാതിലിൻ്റെ അടുത്ത് 1000 കുട്ടികൾ നിരന്ന് നിന്നിട്ട് ലബ്ബൈക ലബ്ബൈക, എന്തേ എന്തേ, എന്താ വേണ്ടത്, എന്ത് ഖിദ്മയാ ആവശ്യം എന്ന് ചോദിച്ചെത്തുന്നു. ആ വിളിക്ക് ഉത്തരം ചെയ്യും. ഇതാരാ? ഇന്ന അദിനാ അഹ്ലിൽ ജന്നത്തി മൻസിലത്തൻ. മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുക. അപ്പോൾ സംഭവം ശരിയാണ്. മാലായനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സമ്പൂർണ്ണ സൗകര്യത്തെക്കുറിച്ച്. അത് അവിടെ എത്തിയെങ്കിൽ മാത്രമേ കിട്ടൂ. അതിന് കുറെ കഷ്ടപ്പെടണം. അത് തരാൻ പറ്റുമോ പറ്റൂല നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വിട്ടത്. നബ്തലീഹി, അതിനു വേണ്ടിയാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സത്യം മനസ്സിലാക്കാൻ, സത്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും കണ്ണും കാതും തന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറാ. എന്നിട്ട് പടച്ച റബ്ബ് നമുക്ക് കിതാബ് ഇറക്കി തന്നു, പ്രവാചകന്മാരെ പറഞ്ഞയച്ചു തന്നു.